അയാൾക്ക് ഈ ചരിത്രമൊന്നും അറിയാം. പിന്നെ എന്നാ ഈ വഴക്ക് തുടങ്ങിയത്? ആരാ ഈ വഴക്ക് പിടിച്ചത്? ഇതെങ്ങനെ ഈ കേസ് ഉണ്ടായത്? അവനൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ സാധാരണക്കാരായ പിള്ളേർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അവർക്കിനി ആകപ്പാടെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം യേശുവിനെ കുറിച്ച് മാത്രമാണ്. അവരെന്തെങ്കിലും യേശുവിനെ അറിയും. യാക്കോബായ സുറിയാനി സഭയിലെ ഓർത്തഡോക്സ് സഭയിലെ കുഞ്ഞുങ്ങൾ ഒരു കാലത്ത് യേശുവിനെ അറിയും. അവർ വേദപുസ്തകം വായിക്കും. വായിക്കുന്ന സമയത്ത് അവർ നമ്മുടെ നേരെ, നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അന്ന് മരണക്കടക്കയിൽ ചൂളിപ്പോകരുത്. നമ്മുടെ സഭാ നേതാക്കന്മാരോടും പുരോഹിതന്മാരോടും ഞാനടക്കം എനിക്ക് പറയാനുള്ളത്, എന്നോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാനും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കുവാനും അവിടെ നിന്ന് ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. സർവശക്തനായ ദൈവം നമ്മെ അങ്ങിങ്ങായി പരിപാലിക്കുന്നു, വഴി നടത്തുന്നു. അവിടുത്തെ കൃപകൾക്കായിട്ട് വീണ്ടും ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തു, തൻ്റെ രാജ്യത്തിൽ നമ്മെ കൊണ്ടുവന്നു, നമ്മുടെ അതരത്തിൽ പുതിയ പാട്ട് തന്നു, ഉറപ്പുള്ള പാറമേൽ നിർത്തി. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. അതെല്ലാം ഓർക്കാനും ധ്യാനിക്കുവാനും ഒക്കെയുള്ള നല്ല അവസരമാണ്. അല്പം മുമ്പ് നമ്മൾ പാടിയതുപോലെ മനോഹരമായൊരു പാട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന കാന്തനെക്കുറിച്ച്. ഉത്തമഗീതത്തെ ആസ്പദമാക്കിയുള്ള പാട്ടാണത്. അതിലെ ഓരോ വരികളും അർത്ഥസമ്പുഷ്ടമായ വരികളാണ്. മണവാളനെ അഥവാ കാന്തനെ വർണ്ണിക്കുന്നതും അവൻ്റെ മഹത്വത്തെയും അവൻ്റെ വല്ലഭത്വത്തെയും ഒക്കെ പ്രകീർത്തിക്കുന്ന അത്തരത്തിലുള്ള പാട്ടുകൾ അത് സന്തോഷകരമാണ്. അത് പാടുമ്പോൾ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ചിന്തയും നമ്മുടെ ഒരുക്കത്തെക്കുറിച്ചും നമ്മുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുമൊക്കെ ഒന്നുകൂടെ അയവിറക്കാനും വിലയിരുത്തുവാനും ഒക്കെയുള്ള സാവകാശങ്ങളാണ് അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. കഴിഞ്ഞ കുറേ ആഴ്ചകൾ, മാസങ്ങളായി നാം വിശ്വാസ സ്നാനത്തെക്കുറിച്ചും വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചുമൊക്കെ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആ ചിന്തകളുടെ ഇടയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഓർത്തഡോക്സ് വൈദികനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ കേൾക്കുവാനും അതിൽ നിന്ന് ചില മറുപടികൾ പറയുവാനും ഒക്കെ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകി. വളരെ മനോഹരമായ നിലയിൽ അച്ഛനും തൻ്റെ ഭാഗങ്ങൾ പറയുന്നു, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് അവസരങ്ങൾ ലഭിച്ചു. അത് ഒത്തിരി പേര് ഇവിടങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ചില ആളുകൾ അതൊക്കെ കേൾക്കുമ്പോൾ ചില സഹോദരങ്ങൾ പറയുന്നത്, എന്തിനാ ഈ ദുർവ്യയം? അന്ന് യൂദ ചോദിച്ചതുപോലെ തന്നെയാണ്, ഒരു കാര്യമില്ലാത്ത കാര്യമാണ്, ചുമ്മാ മിണ്ടാതിരിക്കാൻ മേലെ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നു, കൊള്ളാം, സബാഷ്, കുഴപ്പമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനുമുള്ള നല്ലൊരു അവസരമായിട്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞങ്ങളിതെടുക്കുന്നു എന്ന് പറയുന്നവരെയും ഞാൻ കാണുന്നുണ്ട്. എപ്പോഴും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാമല്ലോ, രണ്ടിനെയും നമ്മൾ മാനിക്കുന്നു. എന്തായാലും അച്ഛൻ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. പല പല തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കാരണമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വരാനായിട്ട് താമസിക്കുന്നത്. ഈ ഇടയിലുള്ള യാത്രകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു സ്പീഡ് കിട്ടുന്നില്ല എന്ന് മാത്രം. പിന്നീട് നമ്മുടെ ഇങ്ങനത്തെ കൂടിവരവുകളിൽ മാത്രമാണ് ഇതിനെ വിശകലനം ചെയ്യാനായിട്ട് നമുക്ക് അവസരം ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് സന്തോഷകരമായി എടുക്കുന്നവരുമുണ്ട്, അല്ലാത്തവരും ഉണ്ടെന്നുള്ളതാണ് സൂചിപ്പിച്ചത്. പ്രയോജനപ്രദമാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എനിവേ, നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ കടന്നു പോകാം. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ശേഷവും പിന്നീട് താൻ തൻ്റെ വീഡിയോസും കാര്യങ്ങളുമായിട്ട് തൻ്റെ ജനത്തോട് താൻ സംവേദിക്കുന്നുണ്ട്. അതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും ഒരു വീഡിയോ ഇറക്കിയതിനകത്ത് അതിൻ്റെ ഹെഡിങ്ങിൽ നമ്മൾ മലയാളത്തിലാണ് നമ്മുടെ തംബ്നെയിൽ എഴുതുന്നത്, ബഹുമാനപ്പെട്ട ഓർത്തഡോക്സ് വൈദികന് നമ്മൾ കൊടുക്കുന്ന മറുപടി എന്നുള്ള നിലയിൽ. അദ്ദേഹം അത് ഇംഗ്ലീഷിൽ തിരിച്ചെഴുതി. അത്രയേ ഉള്ളൂ. ഒരു ഓർത്തഡോക്സ് വൈദികൻ ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർക്ക് കൊടുക്കുന്ന മറുപടി എന്നുള്ള നിലയിൽ അദ്ദേഹവും അതിനൊരു തംബ്നെയിലും ഹെഡിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിവേ, എനിക്ക് ആ മെസ്സേജ് കേൾക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈ പറഞ്ഞതുപോലെ ചില തിരക്കുകളിൽ അകപ്പെട്ടതുകൊണ്ടാണ് അതിന് കഴിയാതെ പോയത്. അതേസമയം ഒന്ന് രണ്ട് സഹോദരങ്ങൾ അത് കേട്ടു. അവർ അതിൻ്റെ ഒരു രത്നച്ചുരുക്കം ചെറിയ തോതിൽ പറയാനിടയായി, ചെറിയ തോതിൽ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞു വരുന്നത്,
ഈ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് അദ്ദേഹം മാമോദീസയ്ക്ക് ശേഷമാണ് ഒരു വ്യക്തി ക്രിസ്ത്യാനിയായി തീരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അഥവാ സ്നാനത്തിന് ശേഷം ആ വ്യക്തി, അത് കുഞ്ഞാകട്ടെ വലുതാകട്ടെ ആരും ആകട്ടെ, ആ വ്യക്തി ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ അറിയപ്പെടുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അവിടുത്തെ ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമല്ലോ. ആ ഫോമിനകത്തൊക്കെ നമ്മൾ റിലീജിയൻ്റെ ഭാഗം വരുന്നിടത്ത് ക്രിസ്ത്യൻ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഈ പെന്തിക്കോസുകാരുടെ പിള്ളേരെയും ക്രിസ്ത്യൻ തന്നെയാണ് കൊടുക്കുന്നത്. സ്നാനപ്പെടാത്ത പിള്ളേരെ എങ്ങനെയാണ് ക്രിസ്ത്യൻ എന്ന് കൊടുക്കുന്നതെന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് ന്യായമായൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കേട്ടിട്ടില്ല മെസ്സേജ്. അതിനുശേഷം അദ്ദേഹം ചരിത്രപരമായ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു, സഭാപിതാക്കന്മാരും അപ്പോസ്തലിക പിതാക്കന്മാരും ഒക്കെ എന്തു പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ അതിനു മുൻപ് നമ്മളോട് ദീർഘമായ ക്വസ്റ്റ്യൻസ് ചോദിച്ച അതിനകത്തും അച്ഛൻ ഇങ്ങനെ ചർച്ച് ഫാദേഴ്സിനെയൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട്, പലതും കോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നതും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഈ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നിന്ന് അച്ഛൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു കേട്ടുകേഴ്വി മാത്രമേ ഉള്ളൂ. ഞാനത് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അതിനകത്ത് നിന്ന് അധികം സംസാരിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഈ പറഞ്ഞ കാര്യം, ഈ നിങ്ങളുടെ കുട്ടികളെ എന്തുകൊണ്ടാണ് സ്കൂളിൽ ചേർക്കുമ്പോൾ ക്രിസ്ത്യൻ എന്ന് ചേർക്കുന്നതെന്ന് ഉള്ള ആ ചോദ്യത്തിന് ലളിതമായൊരു മറുപടി പറഞ്ഞാൽ, ക്രിസ്ത്യൻ മാതാപിതാക്കളാൽ വളർത്തപ്പെടുന്നു എന്ന കാരണത്താൽ ആ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ എന്നുള്ളതാണ് എഴുതാൻ പറ്റുന്നത്. ശരിക്കും റിലീജിയൻ എന്ന് പറയുന്ന ആ കോളം ഇല്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഒന്നുകൂടെ പറയാം, റിലീജിയൻ എന്ന് പറയുന്ന കോളത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ മതവിശ്വാസികളല്ല, പെന്തക്കോസ്തുകാർ മതവിശ്വാസികളല്ല, ഞങ്ങൾ ക്രിസ്തു മതത്തിൻ്റെ ആൾക്കാരുമല്ല. അയ്യോ, അപ്പോൾ പിന്നെ നിങ്ങളുടെ SSLC ബുക്കിലോ? ഞങ്ങളുടെ എല്ലാ ബുക്കിലും അങ്ങനെയാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ നിർബന്ധിതരായി തീരുകയാണ്. ഏത്തിസ്റ്റുകളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ വിശ്വാസികളാണ്, ദൈവവിശ്വാസികളാണ്. ഞങ്ങൾ ക്രിസ്തു മാർഗ്ഗക്കാരാണ്. ഗവൺമെൻറ് ഓഫ് കേരളയോടും ശ്രീമാൻ പിണറായി വിജയനോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചാലൊന്നും അവർ വേറെ പണി നോക്കാൻ പറയും. അങ്ങനെ ഒരു കോളം ഉണ്ടാക്കി തരാൻ പറഞ്ഞ റിലീജിയൻ എന്ന് പറയുന്ന ആ കോളം കഴിഞ്ഞിട്ട് വേറൊരു ഓപ്ഷനും കൂടെ തരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ എഴുതിക്കൊണ്ടേനെ. ഞങ്ങളുടെ കുട്ടികളെയൊക്കെ ക്രിസ്തു മാർഗ്ഗക്കാരെന്ന് എഴുതിക്കൊണ്ടേനെ. യേശുക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല, അവൻ്റെ അപ്പോസ്തലന്മാരൊരു മതം സ്ഥാപിച്ചിട്ടില്ല. ആദ്യത്തെ ഒരു 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ക്രിസ്തു മതം എന്ന് പറയുന്ന ആ ഒരു മതം പ്രാബല്യത്തിൽ വരുന്നതും റോമൻ ചക്രവർത്തിമാരുടെ പിന്തുണയാലും നിർലോഭമായ സഹായ സഹകരണങ്ങളാലും അവരുടെ പുരാതനമായ മതമായ പാഗൻ മതം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മെർജ് ചെയ്ത് അതിനെ പേരൊക്കെ കൊടുത്ത് ക്രിസ്തു മതം എന്നൊക്കെ ആക്കി സമ്പ്രദായങ്ങളും രീതികളും ഒക്കെ ഒന്നാക്കി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചരിത്രത്തിൽ അത് ശക്തി പ്രാപിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചക്രവർത്തി ക്രിസ്തു മതത്തിൻ്റെ ആളാണ്. അത് ഓൺ ചെയ്യുന്നത് ചക്രവർത്തിയാണ്. ചക്രവർത്തിയുടെ നിയന്ത്രണത്തിലും കാര്യങ്ങളിലും ഒക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അദ്ദേഹം തയ്പ്പിച്ചു കൊടുത്ത കുപ്പായങ്ങളും പേരുകളും കാര്യങ്ങളും ഒക്കെയാണ് ചിലരുടെ ഓഫീസിൻ്റെ മുൻപിലൊക്കെ. പണ്ട് ഓഫീസൊന്നുമില്ല, കണ്ട കാട്ടിലും മേടിലൊക്കെ ഇരുന്നുകൊണ്ടിരുന്നതാണ് പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട്. അങ്ങനെ കുറിയലൈസവും പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ അവരുടെ ഓഫീസ് റൂമിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട്, പൊന്തീഫ്. മറ്റേ പുള്ളിയുടെ ആ ബോർഡിൻ്റെ അവിടെ മോൺസിഞ്ഞോർ, മറ്റേ ആളുടെ ഇവിടെ റക്ടർ, അങ്ങനെയൊക്കെ പല കർദിനാൾ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേരുകളുണ്ട്. അങ്ങനെ അദ്ദേഹം തുല്യം ചേർത്തി കൊടുത്ത ഒത്തിരി സഹായ സഹകരണങ്ങളാൽ ക്രിസ്തുമതം പ്രബലപ്പെട്ടു, ശക്തിപ്പെട്ടു. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷ ഘോഷണത്താലാണ് ജനത്തെ ഈ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവന്നതും ഹൃദയങ്ങളെ ഉഴുതുമറിച്ച് സുവിശേഷം എന്ന കലപ്പയാൽ കടന്നുപോയി ഉഴുതുമറിച്ച് തരിശു നിലങ്ങളെ വിത്തുവിതയ്ക്കാൻ പാകത്തിനാക്കി തീർത്ത കാലങ്ങൾ. അതിനുശേഷം പറഞ്ഞു വന്നാൽ കൂട്ട മതപരിവർത്തനം എന്ന് വേണേൽ പറയാം. ഈ മതപരിവർത്തനത്തിൻ്റെ പരിപാടിയൊക്കെ ആരംഭിച്ചത് ക്രിസ്ത്യൻതിനോസിൻ്റെ ഒരു കാലഘട്ടത്തിലാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അവരുടെ പാഗൻ മതത്തിൻ്റെ പൂജാരിമാരാകട്ടെ, അതിൽ ജനവർഗ്ഗങ്ങളാകട്ടെ, അവരെല്ലാം ഇങ്ങനെ കൂട്ടത്തോടെ ഇതിനകത്തേക്ക് കടന്നു വരുവാനിടയായി. അതേസമയം അതിന് മുൻപുള്ള നൂറ്റാണ്ടുകളിൽ അപ്പോസ്തലന്മാർ പോയി സുവിശേഷം അറിയിച്ച് സ്ഥാപിച്ചതായ ഒത്തിരി സഭകളുണ്ട്. അങ്ങനത്തെ സഭകൾ ഇപ്പോൾ യൂറോപ്പിലെ പല സഭകളും, ആ സഭകളൊക്കെ അപ്പോസ്തലന്മാരുടെ സഞ്ചാരങ്ങളാൽ സ്ഥാപിതമായ സഭകളാണ്. എന്നാൽ അപ്പോസ്തലന്മാർ നേരിട്ട് എന്ന് സുവിശേഷം പറയാതെ തന്നെ സ്ഥാപിതമായ സഭകളിൽ നിന്നാണ് റോമിലെ സഭ. അവിടെ പൗലോസോ പത്രോസോ ഒന്നും പോയി സ്ഥാപിച്ച സഭയല്ല. ഏകദേശം AD 30 സമയത്ത് കർത്താവിൻ്റെ സഭ ആരംഭിക്കുന്നു മാളികമുറിയിൽ. ആ മാളികമുറിയിൽ ആരംഭിക്കുന്ന സമയത്ത് അവിടെ കടന്നു വന്നിട്ടുള്ള ധാരാളം യൂതന്മാരുണ്ട് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന്, വിശേഷാൽ
അതിലൊരു സ്ഥലമാണ് റോം എന്ന് പറയുന്നത്. റോമിൽ നിന്ന് കടന്നു വന്ന യഹൂദന്മാരും ഉണ്ട് ആ കൂട്ടത്തിൽ. അത്തരക്കാരും ഈ മാളികമുറിയിലെ ശബ്ദമൊക്കെ കേട്ടിട്ട് അവിടെ ഓടിക്കൂടി. അങ്ങനെ ഓടിക്കൂടിയ ആളുകളിൽ നമ്മൾ കാണുന്ന ആ 3000-നകത്ത് ഈ റോമിലുള്ള ആളുകളുമുണ്ട്. അവരെയൊക്കെ പത്രോസും ശേഷം ശിഷ്യന്മാരും ചേർന്ന് സ്നാനപ്പെടുത്തി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ ഭാഗത്തേക്ക് ചേർത്ത് നിർത്തി ഈ മാർഗം സ്പഷ്ടമായി അവർക്ക് തെളിയിച്ചു കൊടുത്തു. അങ്ങനെ തെളിയിച്ച് കിട്ടിയ ആ ബോധ്യങ്ങളാൽ അവർ റോമിലേക്ക് മടങ്ങിപ്പോവുകയും അവരവിടെ സുവിശേഷം പറയും. അങ്ങനെ റോമിലെ സഭ തുടക്ക സമയത്ത് തന്നെ ആരംഭിക്കുവാനിടയായി. റോമിലെ സഭ അന്ന് പൗലോസോ പത്രോസൊന്നും വഴിക്ക് പോയിട്ടില്ല. പൗലോസ് റോമിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ തൻ്റെ കാരാഗ്രഹവാസത്തോടുള്ള ബന്ധത്തിലാണ് താൻ റോമിൽ എത്തിച്ചേരുന്നത്. അതിനു മുമ്പ് റോമിൽ പോകാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. ഏകദേശം AD 59 ഒടുവിൽ 60 ആദ്യപാദമാണ് താൻ റോമിൽ എത്തിച്ചേരുന്നത്. അത് ഒരു റോമൻ തടവുപുള്ളി എന്നുള്ള നിലയിലാണ്. 2 വർഷക്കാലം റോമൻ കാരാഗ്രഹത്തിൽ കിടന്നു. അതിനു മുമ്പ് തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു റോമിൽ പോകണമെന്ന്. പക്ഷേ അതിനുള്ള സാവകാശം ഒരുങ്ങി വന്നില്ല. അതാണ് ചരിത്ര സത്യം. അതിനു മുമ്പ് റോമിലെ സഭയുണ്ട്. ആ സഭ സ്ഥാപിതമായതിൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞു വന്നത്. മാളികമുറിയിലെ സുവിശേഷ ഘോഷണം കേട്ട് അങ്ങനെ ദൈവഭാഗത്തേക്ക് വന്നവരാണ് അവിടെ സഭകൾ സ്ഥാപിച്ചത്. പറഞ്ഞു വരുന്നത് അങ്ങനെ സ്ഥാപിതമായ സഭകളുണ്ട്. പിന്നീട് പൗലോസിൻ്റെ സുവിശേഷ ഘോഷണത്താൽ, അപ്പലോസിൻ്റെ സുവിശേഷ ഘോഷണത്താൽ അങ്ങനെയൊക്കെ സ്ഥാപിതമായ സഭകൾ യൂറോപ്പിലുണ്ട്. അതുപോലെ ചുറ്റുപാടുമുള്ള മറ്റ് സ്ഥലങ്ങളിലും, ഇപ്പോൾ ഏഷ്യ മൈനറിലും ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ, സഭകൾ സ്ഥാപിതമായിട്ടുണ്ടല്ലോ. എന്നാൽ പിന്നീട് ഈ റോമൻ കൈസർ ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക് വന്നതിൻ്റെ ശേഷം വ്യാപകമായിട്ട് ആളുകൾ കൂട്ടത്തോടെ ഇതിലേക്ക് ഒഴുകി വന്നു. കൂട്ടത്തോടെ ഇസ്രായേൽ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി വാഗ്ദത്ത ഭൂമിയിലേക്ക് പോയപ്പോൾ അവരോടുകൂടെ ഒരു കൂട്ടം ആളുകൾ വേറെയും ഉണ്ടായിരുന്നു. സമ്മിശ്ര ജാതികളെന്ന് നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അഥവാ മിക്സ് മാൾട്ടിറ്റ്യൂഡ്. സമ്മിശ്ര ജാതികൾ. അവർ പെസഹായും ചോരത്തലയൊന്നും ആചരിച്ച ആളുകളല്ല, പക്ഷേ അവരെല്ലാം ചെങ്കടൽ കടന്നവരാ. അവരെല്ലാം ചെങ്കടൽ കടന്നവരാ. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ആളുകളെയെല്ലാം മാമുദീസ വെള്ളം തലയിൽ തളിച്ചും പല രീതിയിലും അവരെല്ലാം ക്രിസ്തീയ മാർഗത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിസ്തീയ സഭയുടെ ആ സൗന്ദര്യവും അതിൻ്റെ ശക്തിയും അതിൻ്റെ മഹത്വവും അതിൻ്റെ ആധികാരികതയൊക്കെ പതിയെ ചോർന്നു പോയി എന്നുള്ളതാണ് ചരിത്രം പഠിക്കുന്നവർക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു ആൾക്കൂട്ടമായിട്ട് മാറി. ലോകം മുഴുവനും ഇതങ്ങ് നിറഞ്ഞ് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടം എന്നുള്ള നിലയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതൊരു ശരിയായ കാര്യമാണ്. ഇപ്പം ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ചോദ്യത്തിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ചേർന്ന് വളരുന്നു. ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന മനുഷ്യരാണ്. ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി, അതിൻ്റെ ഉപദേശ സത്യങ്ങൾക്കും വേണ്ടി വില കൊടുത്ത് നിൽക്കുകയാണ്. സദൃശവാക്യത്തിൽ പറയുന്ന പോലെ അവ കാര്യങ്ങളെയെല്ലാം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് സൂക്ഷിക്കുന്നത്. ലഭിക്കപ്പെട്ട അഗ്നിമയമായ പ്രമാണത്തെ അതുപോലെ സൂക്ഷിച്ച് കരുതി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഞങ്ങളോട് ചേർന്ന് വളരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരെ ഞങ്ങൾ യഹോഭക്തിയിലാണ് വളർത്തുന്നത്. നിശ്ചയമായ യഹോഭക്തി തന്നെയാണ് വളർത്തുന്നത്. യഹോവ പിശാചാണെന്നൊന്നും ഞങ്ങൾ പഠിപ്പിക്കില്ല. ഓർത്തഡോക്സുകാരുടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്ന പോലെ ഞങ്ങളങ്ങനെ പഠിപ്പിക്കില്ല. ഞങ്ങൾ യഹോഭക്തിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അത് തന്നെയല്ല, പുസ്തകം പറയുന്ന പോലെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിലാണ് അഭ്യസിപ്പിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ തീർത്തൊന്നും പറയാൻ കഴിയില്ല. അതൊരു ജനറലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ വയ്ക്കുന്നത്. ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. പൊതുവേ പറഞ്ഞാൽ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ ഞങ്ങൾ അഭ്യസിപ്പിക്കുന്നു. ക്രിസ്തീയ മൂല്യങ്ങളും കാര്യങ്ങളുമാണ് പകർന്നു കൊടുക്കുന്നത്. അതേസമയം അവർക്ക് പാപബോധം വന്ന് അവർ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുന്നൊരു ദിവസം വരേണ്ടതുണ്ട്. അതിനാണ് നിരന്തരം ഞങ്ങൾ സുവിശേഷം ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മകളിലും കാര്യങ്ങളിലുമൊക്കെ ക്രൂശ് പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ ഇടയിലെ മെത്രാന്മാരും പിന്നെ അതിന് ഇച്ചിരി താഴെ ഒരാൾ നിൽപ്പുണ്ടല്ലോ, റീസ് കോറപ്പിസ്കോപ്പ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുമൊക്കെ കുരിശിരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആശീർവദിക്കാറുണ്ട്, ആശീർവാദം കൊടുക്കാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നും ആശീർവാദമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ആശീർവദിക്കപ്പെടണമെങ്കിൽ വചനം പ്രസംഗിക്കണം. നിരന്തരമായി വചനം പ്രസംഗിക്കുന്നു, കുഞ്ഞുങ്ങളത് കേൾക്കുന്നുണ്ട്. ക്രൂശ് എന്ന് പറയുന്നത് മരക്കുരിശല്ല, പൊൻകുരിശല്ല, വെള്ളിക്കുരിശല്ല. ക്രൂശ് എന്ന് പറയുന്ന ആഴമേറിയൊരു ആത്മീയ അനുഭവമാണ്. ആ ആഴമേറിയ ആത്മീയ അനുഭവങ്ങൾ നിരന്തരം പറയുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളത് കാണുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾ അതിൽ നിന്നൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്, വാസ്തവമാണ്. പിന്നെ ഒരു ചോദ്യം അച്ഛൻ്റെ ചോദ്യാവലിയിലുണ്ട്. നിങ്ങളുടെ സമൂഹത്തിൻ്റെ ആദ്യാനുഭവങ്ങളെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇനി പറയാൻ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയാതെ ആ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് ഈ കാര്യങ്ങളെ വിടാം. ഇതിൽ നെഗറ്റീവ് സൈഡുകളുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയേണ്ട
നെഗറ്റീവ് സൈഡുകളുണ്ട്. പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ. അച്ഛൻ്റെ ചോദ്യത്തോട് ഞാൻ ആത്മാർത്ഥമായും എന്താ പറയുക, നിഷ്കളങ്കതയോടും മറുപടികൾ പറയും. അതിൽ ഗുണപരമായ വശങ്ങളുമുണ്ട്, ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് സൈഡുകളുമുണ്ട്. അതും ഓപ്പണായിട്ട് പറയാം. ഇപ്പം ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ അങ്ങനെയാണ് വളർത്താൻ പരിശ്രമിക്കുന്നത്. അത് ഒരു യഹൂദ സമ്പ്രദായവുമായിട്ട് വേണമെങ്കിൽ നമുക്ക് തുലനം ചെയ്ത് പഠിക്കാം. ആവർത്തന പുസ്തകത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കുടുംബനാഥനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും, രണ്ടുപേർക്കും ഉത്തരവാദിത്തമാണ് അവരുടെ കുഞ്ഞുങ്ങളെ യഹോവ ഭക്തിയിൽ വളർത്തുക എന്നുള്ളത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നുള്ള ശബ്ദം ആ കുഞ്ഞുങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമാറ് ആ രീതിയിൽ കാര്യങ്ങളെ ധരിപ്പിക്കുന്ന ഒരു രീതി യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതൊരു പാറ്റേണാണ്. ആ പാറ്റേൺ തന്നെ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ആ രീതി തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ദൈവഭക്തിയിൽ വളർന്നു വരണം. ആ കുഞ്ഞുങ്ങൾ സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി ആശ്വാസം ലഭിക്കുമാറുള്ള രീതിയിൽ അവർ വളർന്നു വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ വേറെ മാർഗമില്ലെന്ന് പറഞ്ഞ് ഞാൻ കൈ കഴുകുകയാണ്. വേറെ മാർഗമില്ല. ഞങ്ങൾ ക്രിസ്തു മതക്കാരുമല്ല, ഞങ്ങൾ ക്രിസ്തു മാർഗക്കാരാണ്. ആ മതത്തിൻ്റെ സമ്പ്രദായങ്ങളും രീതികളും ഒന്നുമല്ല ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഗവൺമെൻറ് ഓഫ് കേരളയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അല്ലെങ്കിൽ ലോകത്തിലെ ഏത് ഗവൺമെൻറ് ആണെങ്കിലും അവർ ഞങ്ങളെ അങ്ങനെ തന്നെയാണ് പരിഗണിക്കുന്നത്. അവർ ഞങ്ങളെ അങ്ങനെയാണ് പരിഗണിക്കുന്നത്. അവർ ഏത് കൊള്ളക്കാരനെയും അങ്ങനെയാണ് പരിഗണിക്കുന്നത്. അതാണ് ലോക തമാശ. ഗവൺമെൻറ് ഓഫ് കേരള നക്സൽ വർഗീസിനെയും ക്രിസ്ത്യാനി എന്നുള്ള നിലയിലാണ് പരിഗണിക്കുന്നത്. നക്സൽ വർഗീസിനെ. അതുപോലെ MA ബേബി അദ്ദേഹത്തെ ക്രിസ്ത്യാനിയായിട്ടാണ് പരിഗണിക്കുന്നത്. പിന്നെ എന്നാ TV തോമസ് അദ്ദേഹത്തെയും ക്രിസ്ത്യാനിയായിട്ടാണ് പരിഗണിക്കുന്നത്. എന്താ ഈ പറയുക? അവർ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവരാ. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റോ ഗവൺമെൻറ് ഓഫ് കേരളയോ ഇവരെല്ലാം ഇത്തരക്കാരെ എല്ലാം ക്രിസ്ത്യാനിയായിട്ടാണ് പരിഗണിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം അങ്ങനെ പരിഗണിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവം അങ്ങനെ പരിഗണിക്കുന്നില്ല. പേര് കൊണ്ടൊരുത്തൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്ത്യാനി ആകുന്നില്ല. പിന്നെ അതിനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 2-ാം അധ്യായം. സഹോദരങ്ങളെ, ഈ റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് 1-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത. 1-ാം അധ്യായത്തിൽ ജാതികളെക്കുറിച്ച് പറയുകയാണ്. ജാതികളെല്ലാം പാപത്തിന് കീഴിലാണെന്നുള്ളത് പ്രൂവ് ചെയ്യുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദനെക്കുറിച്ച് പറയുകയാണ്. യഹൂദനും പാപിയാണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ യഹൂദനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ അതൊന്ന് വായിച്ചേ. പുറമേ യഹൂദനായ ഇവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിശോധനയുമല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിശോധന അത്ര പരിശോധന. അവൻ മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. സഹോദരങ്ങളെ, ഇവിടെ തിരുവെഴുത്ത് പറയുന്നത് പുറമെ യഹൂദനായവനല്ല യഹൂദൻ. അതായത് യഹൂദന്മാർക്ക് ഒരു പ്രൈഡ് ഉണ്ടല്ലോ. ജന്മനാ തങ്ങൾ യഹൂദന്മാരാണ്, തങ്ങൾ സംതിങ് ആണെന്നൊക്കെയുള്ളൊരു ധാരണ അവർക്കുണ്ട്. ആ ധാരണയിൽ നടക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത്, ചുമ്മാ കോളർ വലിച്ചിടല്ലേ, അങ്ങനെയൊന്നും നീ യഹൂദനാകുന്നില്ല. യഹൂദൻ്റെതായ ഒരു നിലയും നിലവാരമുണ്ട്, ഒരു സ്റ്റാൻഡേർഡുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാമാണ് പറയുന്നത്. ഈ സെയിം കാര്യം നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ മേലേ? ഈ സെയിം കാര്യം നക്സൽ വർഗീസിനെ ക്രിസ്ത്യാനിയാണെന്നാണ് ആളുകൾ പറയുന്നത്. ഗവൺമെൻറ്റുകളെല്ലാം പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ദൈവമില്ലെന്ന്, ക്രിസ്തു ജനിച്ചിട്ടില്ലെന്ന് പോലും പറയുന്നത്. അങ്ങനെ പറയുന്ന എത്രയോ ആളുകളാണ്. ജോസഫ് ഇടമറുക് എന്ന് പറയുന്ന മനുഷ്യൻ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് ജനിച്ചു വളർന്നയാളാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഉണ്ട്, സനൽ ഇടമറുക്. ഈ തൊടുപുഴയ്ക്ക് അപ്പുറമുള്ളൊരു സ്ഥലമാണ് ഇടമറുക് എന്ന് പറയുന്നത്. സനൽ ഇടമറുക് സ്വീഡനിലോ മറ്റോ ഉണ്ട്. സ്വീഡനിലാണോ ഫിൻലൻഡിലാണോ ആ ഭാഗത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുകയാണ്, ക്രിസ്തുവിനെ കുറിച്ച് 2 വാക്ക് പറയാമെന്ന് ചോദിച്ചാൽ പുള്ളി പറയും, അങ്ങനെ ഒരു ക്രിസ്തു ജനിച്ചിട്ട് പോലും ഇല്ലെന്ന്. അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നാണ് ചരിത്ര രേഖകളിൽ. അദ്ദേഹത്തിൻ്റെ SLC ബുക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ. അച്ഛന് വേണമെങ്കിൽ പരിശോധിക്കാം, കാതോലിക്ക ബാബയ്ക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതിനകത്ത് ക്രിസ്ത്യാനി എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ക്രിസ്ത്യാനിയാണോ? അദ്ദേഹം ക്രിസ്ത്യാനിയല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു നിലയിലല്ല ഈ ക്രിസ്ത്യാനി എന്നൊക്കെ ഞങ്ങൾ പരിഗണിക്കുന്നത്. ഞങ്ങൾ വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പരിഗണിക്കുന്നത്. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇമ്മീഡിയറ്റ് മാമോദീസ ഏൽക്കണം. അതാണ് അതിൻ്റെ കണക്ക്. വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും താമസിച്ച് മാമോദീസ ഏറ്റയാൾ പൗലോസ്ലീഗയാണ്. 3 ദിവസത്തെ ഒരു താമസമുണ്ട്. തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടൊരു മുഖാമുഖം വരികയും അവിടെ നിന്ന് 3 ദിവസത്തെ ഒരു താമസ ശേഷമാണ് മാമോദീസ ഏൽക്കാനിടയായത്. കാരണമുണ്ട്, കണ്ണ് കാണാൻ മേലായിരുന്നു. കണ്ണ് തുറന്നു വന്നത് ഈ 3 ദിവസം കഴിഞ്ഞാണ്. അതുകൊണ്ടാണ് താൻ താമസിച്ചത്. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസത്താലുള്ള നീതീകരണവും കൃപയാലുള്ള രക്ഷയും ആസ്വദിച്ച വ്യക്തി വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു കാര്യം.
ആ സമയത്ത് അദ്ദേഹത്തെ ക്രിസ്ത്യാനി എന്ന് തന്നെ വിളിക്കാം. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് അവിടെ അവസാനിപ്പിക്കുകയാണ് ആ വാക്ക്. കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ചേർന്ന് വളർന്നു വരുന്നതുകൊണ്ട് ക്രിസ്തീയ മൂല്യങ്ങളിലും ക്രിസ്തീയ ഭക്തിയിലും തന്നെയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അതേസമയം അവർക്ക് പാപബോധം ഉളവാകേണ്ടതുണ്ട്. അവിടെ രക്ഷകനെ അവർ കണ്ടെത്തേണ്ടതുണ്ട്. രക്ഷകനെക്കുറിച്ചൊരു ഊഹാപോഹമല്ല, അത് അവർ അനുഭവിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് വെച്ചാൽ അനുഭവിക്കേണ്ടതാണ്, രക്ഷ അനുഭവിക്കേണ്ടതാണ്, ആസ്വദിക്കേണ്ടതാണ്. പുസ്തകം പറയുന്നു ക്രിസ്തു മരണം രുചിച്ചെന്നാണ് പറയുന്നത്. എബ്രായ ലേഖനം 2:9 പറയുന്നത് അവൻ മരണം രുചിച്ചു, മരണം ആസ്വദിച്ചു എന്നൊക്കെ കാണാം. അതേസമയം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് നാം ആ രക്ഷ ആസ്വദിക്കണമെന്നുള്ളതാണ്. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അങ്ങനെ അത് ആസ്വദിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഇടയിലും ആ കാര്യത്തിലൊക്കെ ഇപ്പോൾ വിഷയങ്ങളുണ്ട്. അച്ഛനോട് തുറന്നു പറയാം, ഞങ്ങളുടെ ഇടയിലും കുഞ്ഞുങ്ങളൊക്കെ മുതിർന്നു വരുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച ആളുകൾ ചുമ്മാ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ കാണിക്കുന്ന ഭോഷത്വം ഞങ്ങളുടെ ആളുകളും ഇപ്പോൾ കാണിച്ചു തുടങ്ങി. കുഞ്ഞുങ്ങൾ 10, 12, 13 ഒക്കെ വയസ്സായി എന്ന് കരുതിയിട്ട് കാര്യമില്ല. അവർ രക്ഷ ആസ്വദിക്കണം, രക്ഷ അനുഭവിക്കണം. ഹൃദയ തകർച്ചയോടുകൂടിയാണ് അവർ മാമോദീസയിലേക്ക് വരേണ്ടത്. അതാണ് ഞങ്ങളുടെ ടീച്ചിങ്. നെക്സ്റ്റ് ഡേ ആ കാര്യം ഞങ്ങൾ വ്യക്തമായിട്ട് വരച്ച് കാണിക്കും. എങ്ങനെയാണ് ഒരു കുഞ്ഞ് മാമോദീസയിലേക്ക് വരേണ്ടത്? കുഞ്ഞോ മുതിർന്നയാളോ ആരും ആകട്ടെ, മാമോദീസയിലേക്ക് ഒരു വ്യക്തി എങ്ങനെ വരണം, അവൻ എങ്ങനെയാണ് ചുവട് വെക്കേണ്ടതെന്നുള്ളത് വ്യക്തതയോടെ ഞങ്ങൾ അടുത്ത ദിവസം പറയുന്നതായിരിക്കും, വ്യക്തതയോടെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ എന്താണ് മുറുകെ പിടിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അഴയാതെ ഇങ്ങനെ തന്നെ മുറുകെ പിടിക്കുന്നത്. ഒരു ചുമ്മാ ഷാഢ്യമല്ല ഇത്, ചുമ്മാ ഒരു ഷാഢ്യം കൊണ്ട് പറയുന്നതല്ല. തിരുവെഴുത്തിൻ്റെ പ്രകാശനത്തിൽ അത് തുറന്നു കിട്ടിയതിൻ്റെ ആ ഒരു ബോധ്യത്തിലാണ് പറയുന്നത് ഇതിങ്ങനെ ആയിരിക്കണമെന്ന്. ഇതാണ് അതിൻ്റെ പാറ്റേൺ എന്നുള്ളത് വ്യക്തതയോടെ പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ആ കാര്യം ഞാൻ അങ്ങനെ അങ്ങ് വിട്ടിരിക്കുന്നു. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോദ്യം, അതായത് കുഞ്ഞുങ്ങൾക്ക് സ്നാനം നൽകരുതെന്നുള്ള വാക്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒരു 3 ചോദ്യം, സമാനമായ ചോദ്യമുണ്ട്. അത് ചേർത്ത് അടുത്ത ദിവസം ഒരുമിച്ച് പറഞ്ഞുകൊള്ളാം. അതിനുശേഷം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം, എന്തുകൊണ്ട് യെരുശലേം കൗൺസിലിൽ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്ന വിലക്കിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓടിച്ചങ്ങ് പറഞ്ഞിരുന്നു, അത്യാവശ്യ കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ അതിനോടനുബന്ധിച്ച് അച്ഛൻ ചില കാര്യങ്ങൾ സംസാരിച്ചു വരുന്നുണ്ട്. പക്ഷേ സമയം പോയതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ആ ഒരു കണ്ടിന്യൂവേഷനിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷനിലാണ് ഇന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ ചോദ്യത്തിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. അതായത് അന്നത്തെ കാലത്ത് ബാപ്റ്റിസവുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായില്ല. കാരണം എന്താ, ഇങ്ങനത്തെ ഒരു കാര്യം അവരുടെ ഇടയിൽ ഒരു ചർച്ചയായിരുന്നില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ മാമോദീസ കൊടുത്തിരുന്നില്ല. വേദപുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നില്ല എന്നുള്ളത് കൊണ്ട് യെരുശലേമിലെ കൗൺസിലിൽ അങ്ങനത്തെ ഒരു തർക്കം വന്നില്ല. പിന്നീട് അച്ഛൻ പറയുന്നുണ്ട് നിക്കിയയിലെ കൗൺസിലിനെ കുറിച്ചും കുസ്തിന്തിനോപോലീസിലെ കൗൺസിലിനെ കുറിച്ചും പിന്നെ എവിടെയാണ് എഫേസോസിലെ കൗൺസിലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സാർവത്രികമായ സിനഡുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയൊന്നും ഈ തർക്കം ഉണ്ടായില്ലോ എന്ന് പറയുമ്പോൾ അന്ന് അത്ര സീരിയസ് അല്ലായിരുന്നു ഈ കാര്യം എന്നുള്ളതാണ് ഞങ്ങൾ പഠിക്കുന്നത്. അന്ന് ഈ കാര്യം അത്ര ഒരു സീരിയസ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്ന് അധികമായിട്ട് തർക്ക വിഷയങ്ങളായിട്ട് മാറാതിരുന്നത്. പിന്നീട് അച്ഛൻ ഒത്തിരി ചർച്ച് ഫാദേഴ്സിനെയൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം അപ്പോസ്തലിക പിതാക്കന്മാരെ കോട്ട് ചെയ്യുന്നുണ്ട്, പിന്നീട് സഭാപിതാക്കന്മാരെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അപ്പോസ്തലന്മാരുടെ കൂടെ സഞ്ചരിച്ച് അവരോട് ചേർന്ന് പ്രവർത്തിച്ചവരെയാണ് നമ്മൾ അപ്പോസ്തലിക പിതാക്കന്മാരെന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സഭാപിതാക്കന്മാരെന്ന് വിളിക്കുന്നത് ഈ അപ്പോസ്തലിക പിതാക്കന്മാരോട് കൂടെ നടന്നും സഞ്ചരിച്ചും കണ്ടും കേട്ടും അവരെയാണ് സഭാപിതാക്കന്മാരെന്നുള്ള നിലയിൽ വിളിക്കുന്നത്. ആദ്യത്തെ ഒരു 2 നൂറ്റാണ്ട് വരെ അപ്പോസ്തലിക പിതാക്കന്മാരുടെ ഒരു കാലഘട്ടം എന്ന് വേണേൽ നമുക്ക് ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് സഭാപിതാക്കന്മാരുടെ ഒരു കാലഘട്ടം, അതിൽ വളരെ പ്രസിദ്ധരായ ഒരുപിടി പിതാക്കന്മാരുണ്ടായിരുന്നു. ഇനി തുടർന്ന് അച്ഛൻ തൻ്റെ സംഭാഷണത്തിൽ മുൻപോട്ട് വരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പറഞ്ഞു വരാം. അതിനു മുമ്പ് പറയട്ടെ, ഈ ആദ്യത്തെ നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദമെന്ന് നമുക്ക് പറയാം. ആ ഒരു സമയത്ത് എഴുതപ്പെട്ട ഡിഡാക്കെ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ബുക്ക്, ആ ബുക്കിനകത്ത് ഈ സ്നാനത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഡിഡാക്കയിൽ സ്നാനത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. നിശ്ചയമായും അത് എപ്പിസ്കോപ്പൽ സഭകളിലുള്ള പ്രിയപ്പെട്ടവർ എടുത്തുയർത്തി പറയാറുണ്ട്. അവിടെ ശിശുസ്നാനത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം.
സാധാരണ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ബൈബിളിൽ നിന്ന് 3 കുടുംബങ്ങളെ കോട്ട് ചെയ്യും. 3 പ്രധാനപ്പെട്ട കുടുംബങ്ങളെ. അതായത് ലുദിയായുടെ കുടുംബം, കൊർന്നലിയോസിൻ്റെ കുടുംബം, പിന്നെ ജയിലറുടെ കുടുംബം. ഈ 3 കുടുംബമായി സ്നാനപ്പെട്ടെന്ന് കാണുന്നതുകൊണ്ട് കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലേ എന്നൊരു ചോദ്യമായിട്ട് വരും. അതിനൊക്കെ ഞങ്ങൾ ക്ലിയർ മറുപടി കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പുള്ള മെസ്സേജിൽ പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഊഹാഭോഗം വെച്ചിട്ടല്ല ഉപദേശം സ്ഥാപിക്കുന്നത്. കുഞ്ഞുങ്ങളുണ്ടെന്ന് എന്താ ഗ്യാരണ്ടി? എൻ്റെ ഒരു സ്നേഹിതൻ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയപ്പന്മാർ അദ്ദേഹത്തോട് കൂടെയാണ്. 4 സഹോദരങ്ങളുമുണ്ട്. ഈ സഹോദരനാണ് ഏറ്റവും മൂത്തയാൾ. ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ട് കുറേ കാലങ്ങളായി. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല. അവർ കുടുംബമായി വോട്ട് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവും കുഞ്ഞുങ്ങളും വോട്ട് ചെയ്യാൻ പോയി എന്നാണോ അതിൻ്റെ അർത്ഥം? അവർ കുടുംബമായിട്ട് മർത്തോമ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. ആ കുടുംബം ഒന്നടങ്കം വിശ്വാസ സ്നാനമേറ്റ് ഈ മാർഗത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരൻ്റെ കുഞ്ഞുങ്ങളെയും മാമോദീസ കൊടുത്തു എന്നാണോ അർത്ഥം? പ്രിയരെ, ആ സഹോദരന് മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ട്, ഒരു കുടുംബമുണ്ട്. അവർ കുടുംബമായിട്ട് അവരറിഞ്ഞ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി. അവരുടെ ആരാധനാ രീതികളും അവരുടെ വിശ്വാസ സംഹിതകളും ഒക്കെ മാറ്റിമറിക്കപ്പെട്ടു. അവരൊരു പുതിയ സൃഷ്ടി എന്നുള്ള നിലയിൽ പുതിയൊരു ജീവിതം ആരംഭിച്ചു. കുടുംബമായിട്ട് സ്നാനപ്പെട്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ സഹോദരന് കുഞ്ഞുങ്ങളില്ല. ജയിലർക്ക് കുഞ്ഞുങ്ങളുണ്ടെന്ന് നമ്മളെങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ലുദിയായിക്ക് കുഞ്ഞുങ്ങളുണ്ടെന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? കൊർന്നലിയോസിന് കുഞ്ഞുങ്ങളുണ്ടെന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞാൽ ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടെന്ന് നമ്മൾ ഏത് തരത്തിലാണ് ഉറപ്പിക്കുന്നത്? ഇതൊരു തർക്കത്തിന് വേണ്ടി പറയുന്നതല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്. ആരുടെയും മേൽ അതീശത്വം പുലർത്താനോ ജയിച്ചേന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്. ഞങ്ങളോടും എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള ആളുകൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്, നിങ്ങളും ചിന്തിക്കുന്നൊക്കെ. ഞങ്ങളും മറുപടി തിരിച്ചു പറയുകയാണ്, നിങ്ങളും ചിന്തിക്കുക. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ കൊർന്നലിയോസിൻ്റെ മക്കൾ മുതിർന്നവരാകാൻ മേലഴുകിയുണ്ടോ? കൊർന്നലിയോസിൻ്റെ മക്കൾ മുതിർന്നവരാകാൻ മേലഴുകിയുണ്ടോ? കൊർന്നലിയോസ് എന്ന് പറയുന്ന ആളൊരു ശതാധിപനാണ്. ശതാധിപൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു തിയോളജീൻ്റെ ഒരു ടീച്ചിങ് കണ്ടു. ശതാധിപൻ എന്ന് പറയുമ്പോൾ ഈ 25 വയസ്സ് 30 വയസ്സായിരിക്കും. പുള്ളി 25ാമത്തെ വയസ്സിലായിരിക്കും കല്യാണം കഴിച്ചതെന്നൊക്കെ. ഏത് 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്ന കാലഘട്ടമാണോ അത്? എൻ്റെ അപ്പനൊക്കെ കല്യാണം കഴിച്ചു 15ാമത്തെ വയസ്സിലാണെന്നാണ് പറയുന്നത്. 15ാമത്തെ വയസ്സിൽ. അതായത് മലയാളക്കരയിലെ കാര്യമാണ് പറയുന്നത്. ഒരു 10-70 വർഷം പുറകിലുള്ള കാര്യമാണ്. ഇവിടെ പോലും അങ്ങനെയൊക്കെയാണ്. നമ്മുടെ മോഡിജി പോലും കല്യാണം കഴിച്ച് എത്രയോ ചെറിയ പ്രായത്തിലാണ്. മോഡിജി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാർ തല്ലാൻ വരുമെന്തോ ആർക്കറിയാം. എന്തായാലും പുള്ളി കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ചരിത്രരേഖകൾ. ആ വാത്സല്യ സഹോദരി കൂടെ ഇപ്പോൾ ഇല്ലെന്നേ ഉള്ളൂ. അതുപോലെ കൊർന്നലിയോസ് എത്ര പ്രായത്തിലെ കല്യാണം കഴിച്ചതെന്ന് നമുക്കറിയില്ല. നേരത്തെ കല്യാണം കഴിച്ച നേരത്തെ പിള്ളേരൊക്കെ ഉണ്ടാവും. കൊർന്നലിയോസ് ഇനി 30 വയസ്സ് കഴിഞ്ഞാണോ കല്യാണം കഴിച്ചതെന്ന് നമുക്കറിയില്ല. കൊർന്നലിയോസിൻ്റെ കുടുംബം വിശ്വാസത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഇനി കൊർന്നലിയോസ് വിവാഹിതനാണോ, തൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അടങ്ങുന്ന അതിനെയും കുടുംബം എന്ന് വിളിക്കാം. വാദപ്രതിവാദം അല്ല കേട്ടോ, ഞാൻ കാര്യം പറയുന്നതാണ്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ലുദിയായുടെ മക്കളൊക്കെ മുതിർന്നവരാകാൻ മേലഴിയുണ്ടോ? ഒരു 10, 12, 15, 20 ഒക്കെ വയസ്സ് പ്രായമുള്ള കുട്ടികളാകാൻ മേലഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾക്ക് മാമോദീസ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമുണ്ടല്ലോ, ന്യായമായ കാര്യമാണ്. അപ്പോൾ ഈ കുടുംബമായിട്ട് മാമോദീസ ഏറ്റവും പൊതുവെ പറയാറുണ്ട്. ആ ഒരു കാര്യത്തിൻ്റെ ഒരു മറുപടിയായി പറഞ്ഞത്. നേരത്തെ പറഞ്ഞു വെച്ചതാണ്, ഒന്നുകൂടെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറയപ്പെടുന്ന ഈ ചരിത്രരേഖകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഡിഡാക്കിയൽ അങ്ങനെയുണ്ടല്ലോ, പിന്നെ വേറെ ഭാഗത്ത് അങ്ങനെയുണ്ടല്ലോ എന്നൊക്കെ. അതിനന്നേരം ഞങ്ങളൊരു മറുപടി പറയുകയാണ്. ഈ ഡിഡാക്കെ വെച്ച് മറുപടി പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് മാമോദീസായോടുള്ള ബന്ധത്തിൽ ഒഴുക്കുള്ള വെള്ളത്തിലാണ് മാമോദീസ ഏൽക്കേണ്ടതെന്നാണ് കാണുന്നത്. ഒഴുക്കുള്ള വെള്ളത്തിൽ അങ്ങനെ ഇല്ലെങ്കിൽ, അതായത് റണ്ണിങ് വാട്ടർ എന്നുള്ള നിലയിൽ ജീവനുള്ള വെള്ളം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒഴുക്കുള്ള വെള്ളം ഇല്ലെങ്കിൽ കുളത്തിലാകാം. ഇനി കുളവും കിട്ടിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ തലയിൽ വെള്ളം തളിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 3 ടൈംസ് 3 പ്രാവശ്യം അങ്ങനെ ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഇങ്ങനെ മാമോദീസ ഏൽക്കേണ്ട വ്യക്തി കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും ഉപവസിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് സംസാരിക്കുമ്പോൾ അച്ഛനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ മലയാളക്കരയിലുള്ള എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലുള്ള സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ 56ാമത്തെ ദിവസം ഫിക്സ് ചെയ്യുകയാണ്. 57ലേക്ക് പോവില്ല കേട്ടോ, 56ൽ തന്നെ നിൽക്കും.
8-ാം ദിവസം വേണമെങ്കിൽ മാമോദീസ കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുന്ന കേട്ടു അവിടെ ഇവിടെയൊക്കെ ഇരുന്ന ഓരോരുത്തർ. എന്നിട്ട് എന്താ കൊടുക്കാത്തത്? പറയുന്നുണ്ട്, പലയിടത്തും ഇരുന്നുകൊണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ അങ്ങനെ 8-ാം ദിവസം കൊടുത്ത് കാണിക്കേ. റയറായിട്ട് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ ജനറലായിട്ട് നമ്മളത് അംഗീകരിക്കില്ല. ജനറലായിട്ട് ഞങ്ങൾ ചരിത്രത്തിൽ കാണുന്നത് 56-ാം ദിവസവും 90-ാം ദിവസവും അങ്ങനെയൊക്കെയാണ്. അതിൽ മനോഹരമായ ദിവസം ഞങ്ങൾ 56ആയിട്ടും എടുക്കുക. അങ്ങനെ 56 എടുത്തു കഴിഞ്ഞാൽ ഈ കൊച്ചെങ്ങനെ ഉപവസിക്കുമെന്ന് പറ, തീർന്നു പോകുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 3 ദിവസം ഉപവസിച്ച് കഴിഞ്ഞാൽ കാര്യപരിപാടി അവസാനിക്കും. അപ്പോൾ പിന്നെ മറ്റൊരു കൂദാശയിലേക്ക് പോവാം. ആ കൂദാശയുടെ പേരാണ് ശവസംസ്കാര ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് പോകാം. സ്നാനം ശരിക്കും പറഞ്ഞാൽ ഒരു ശവസംസ്കാര ശുശ്രൂഷയാണ്. ഇതിവിടെ അതിൻ്റെ സ്പിരിച്വലായിട്ട് എടുക്കാൻ പറ്റില്ല, ലിറ്ററൽ എടുക്കേണ്ടി വരും. 3 ദിവസം ഉപവസിച്ച് കഴിഞ്ഞാൽ 3 ദിവസം പോയിട്ട് 3 മണിക്കൂർ ഉപവസിക്കാൻ പറ്റില്ല. ചുമ്മാ മാക്ക് എന്ന് പറഞ്ഞ് കാറി കൂയിക്കൊണ്ടിരിക്കുക. അന്നേരമാണ് 3 ദിവസം. അപ്പോൾ ആ പോയിൻ്റ് എങ്ങനെ നിലനിൽക്കും? ഡിഡാക്കെ ഏറ്റവും ബൈബിൾ കഴിഞ്ഞാൽ ആളുകൾ വളരെ സീരിയസ് ആയി ആശ്രയിക്കുന്നൊരു പുസ്തകം തന്നെയാണ് ഡിഡാക്കെ, തർക്കമൊന്നുമില്ല. ശുശ്രൂഷ സഹായിയാണത്. ആ കാലഘട്ടത്തിലെ ആളുകൾക്ക്, അതായത് ഒരു 2-ാം നൂറ്റാണ്ട് മുതലുള്ള ആളുകൾക്ക് ശുശ്രൂഷയിൽ ഒരു സഹായി എന്നുള്ള നിലയിൽ വർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ഞാൻ അതിൽ മറ്റൊരു കാര്യവും കൂടെ തുറന്ന് കാണിക്കാം. ഈ ഡിഡാക്കെ പറയുന്ന രീതിയിലാണെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിലാണ് മാമോദീസ ഏൽക്കേണ്ടതെന്ന് പറഞ്ഞു. അതിൻ പ്രകാരമാണെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് ഈ 56-ാം ദിവസത്തിലെ കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചാൽ കൊള്ളാം. 56 ദിവസമുള്ള കുഞ്ഞുമായിട്ട് ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ, ഒഴുക്കെന്ന് വെച്ചാൽ കുത്തൊഴുക്ക് വേണമെന്നല്ല, മെല്ലെ ഒഴുകിപ്പോകുന്ന രീതിയായിരിക്കാം. അങ്ങനെ ആ കുഞ്ഞുമായിട്ട് ഈ 56-ാം ദിവസം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്ന് ആരെങ്കിലും സാഹസത്തിന് മുതിരുവോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സാഹസത്തിന് മുതിരുന്ന രീതി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഡിഡാക്കയുമായി ബന്ധപ്പെട്ട് തുടക്ക കാലഘട്ടത്തിൽ ഇങ്ങനെ മാമോദീസയെക്കുറിച്ച് കോട്ട് ചെയ്യുന്നുണ്ട്. അത് 2 രീതിയിലും വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾ ശിശുക്കളെ മാമോദീസപ്പെടുത്തുന്നു എന്നുള്ള നിലയിൽ എടുക്കുന്നു. ഞങ്ങൾക്കത് ഇങ്ങനത്തെ കാര്യങ്ങൾ ദഹിക്കാതെ കിടക്കുകയാണ്. അതായത് ദഹിക്കാതെ കിടക്കുന്നത് എന്താ? ഈ ഉപവസിക്കണമെന്ന് പറയുന്ന കാര്യം ദഹിക്കാതെ കിടക്കുന്നു. ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് 56-ാം ദിവസത്തിലെ കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത്, ഇതൊക്കെ ദഹിക്കാതെ കിടക്കുകയാണ്. ഡിഡാക്കെ കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു ഒരു പഴയ ഒരു രേഖ അതെടുത്തൊന്ന് വായിച്ചു നോക്കുകയാണ്. അതായത് ഊദായ കാനോൻ. സിറിയൻ ഓർത്തഡോക്സ് സമൂഹം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പുസ്തകമാണ് ഊദായ കാനോൻ. അത് എന്താ, നമ്മുടെ ഇപ്പോഴത്തെ റീസ് കശീഷയുടെ വല്യപ്പനാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത്. പാമ്പാക്കുട റീസ് കശീഷയുടെ ഫോട്ടോയൊക്കെ കാണിക്കേണ്ടതായിരുന്നു ശരിക്കും. റീസ് കശീഷ തുടക്കത്തിൽ രംഗത്ത് വന്നപ്പോൾ ഇട്ട കുപ്പായവും പിന്നെ തലയിൽ വെച്ച തൊപ്പിയും അതിനെക്കുറിച്ച് ഒരു ഫീച്ചർ ഇങ്ങനെ വായിക്കാനിടയായി. ആ തൊപ്പി അസല് ബിലീവേഴ്സ് ചർച്ചിൻ്റെ അവരുടെ ഇപ്പോൾ മെത്രാന്മാരെന്ന് പറയുന്ന ആളുകൾ തലയിൽ വെച്ച തൊപ്പിയാണ്, ആ സെയിം തൊപ്പിയാണ്. അപ്പോൾ അത് ആളുകളിങ്ങനെ മറുഭാഗത്തൊരു കൂട്ടം ആൾക്കാർ നിപ്പുണ്ടല്ലോ, അന്ത്യോക്യയാണ് കട്ടായെന്ന് പറഞ്ഞ് നിപ്പുണ്ട്. അവർ എൻ്റെ ദൈവമേ ഇങ്ങനെ കളിയാക്കി കൊല്ലാക്കൊല കൊന്നു. ചരിത്രത്തിൽ ഓർത്തഡോക്സുകാർ പെന്തിക്കോസുകാരെ ചീത്ത വിളിക്കുന്നത് അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. അതിനേക്കാളും അപ്പുറമാണ് ഈ പറഞ്ഞ കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും, 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഭയങ്കരമല്ലേ? ചില സമയത്ത് തല മരച്ചു എഴുതിയിരിക്കുന്ന എഴുത്തുകളും കമൻറ്റുകളും ഇവരുടെ സംഭാഷണങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ബോധം കെട്ടുപോകും. ബോധം കെട്ടും. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിവേ, അപ്പോൾ റീസ് കശീഷയുടെ തലയിൽ വന്ന തൊപ്പി പിന്നീട് ചേഞ്ച് ചെയ്തു. അതിനിപ്പോൾ ഒരു ചെറിയ മാറ്റം വരുത്തി. അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണക്കുറിപ്പ് കണ്ടത് ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആളുകൾക്ക് തൊപ്പി ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിച്ച അതേ സംവിധാനത്തിൽ തന്നെയാണ് ഈ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തൊപ്പി ഉണ്ടാക്കാൻ കൊടുത്തത്. അതുകൊണ്ടാണ് റീസ് കശീഷയുടെ തൊപ്പി അങ്ങനെയായിപ്പോയത്, ബിലീവേഴ്സിൻ്റെ തൊപ്പി പോലത്തെ സെയിം സാമ്യത്തിലേക്ക് വന്നതെന്ന്. അപ്പോൾ ഞാനൊന്നും ഞെട്ടി കേട്ടോ. നിങ്ങളൊന്നും ഞെട്ടാൻ സാധ്യതയില്ല. ഞാൻ ഞെട്ടി. കാരണം എന്താണെന്നറിയാവോ? എൻ്റെ കർത്താവേ, ഇവിടെയുള്ള ആരെയോ ആണ് തൊപ്പി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചത്. അവർ ഡിസൈൻ ചെയ്തു വന്നപ്പോൾ ബിലീവേഴ്സിൻ്റെ തൊപ്പി പോലെ ഡിസൈൻ ചെയ്തു. അപ്പോൾ ഈ ഡിസൈനൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇത് ബസലേലല്ലേ ഇതൊന്നും ഉണ്ടാക്കുന്നത്? അച്ചോ മറുപടി പറയണം കേട്ടോ. ഇത് ഒഹാലിയാബല്ലേ ഇതൊന്നും ഉണ്ടാക്കുന്നത്? ഇതാരാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അക്രമം തന്നെയാണ്, അക്രമം തന്നെ. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു മെത്രാപ്പോലിത്തയാണ്. അയാളുടെ വസ്ത്രവും അംശവടിയും
പിന്നെ സ്ലീബായും തലയിലിരിക്കുന്ന തൊപ്പിയും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അതിൻ്റെ രീതി നോക്കുക. കണ്ടല്ലോ? ഓക്കെ. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട റീഷ് കശീശയെ കാണിക്കൂ. റീഷ് കശീശ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതായത് കോറപ്പീസ്കോപ്പമാരുടെയും അച്ഛന്മാരുടെയും എല്ലാം തലവൻ എന്നുള്ളൊരു അർത്ഥമേ ഉള്ളൂ. അത് മർത്തോമാ സഭയിലേക്കൊക്കെ വന്നാൽ വികാരി ജനറൽ എന്ന് വിളിക്കും, വികാരി ജനറൽ. അതിന് ഇവിടെ പറയുന്ന സിറിയൻ പേരായിരിക്കും റീഷ് കശീശ. നോക്കുക, നമ്മുടെ ജോൺസ് എബ്രഹാം കോനാട്ട്, അദ്ദേഹത്തിൻ്റെ പിക്ചറാണത്. അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്ന തൊപ്പി നോക്കിയേ, രണ്ടും ഏതാണ്ട് തുല്യമായിട്ടിരിക്കും. ഈ രണ്ട് പിക്ചറുകളും കണ്ടപ്പോഴാണ് ഞാൻ ഉഹാലിയാവിനെയും പിന്നെ ബസലേലിനെയും ഒക്കെ ഓർത്തുപോയത്. ജ്ഞാനാത്മാവിൽ അവർക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. വള്ളി പുള്ളി മാറാൻ പാടില്ല, ഇതിൻ്റെയൊക്കെ കളറുകൾ മാറാൻ പാടില്ല, അളവുകൾ മാറാൻ പാടില്ല, എല്ലാം അങ്ങനെയായിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നദ്ധിയിൽ ധൂപാർപ്പണത്തിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ പുകഞ്ഞു പോകും. കയ്യിൽ പുകയായിട്ടാണല്ലോ വരുന്നത്, ആൾ തന്നെ പുകഞ്ഞു പോകും. അഹരോൻ്റെ പുത്രന്മാരുടെ കാര്യം അറിയാമല്ലോ, അതുപോലെ തന്നെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് നിഷ്കർഷയിൽ പാലിച്ചിരുന്നത്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓൾട്രേഷൻ വരുത്തിയെന്ന് ചോദിച്ചാൽ അത് പാരമ്പര്യത്തിൽ അങ്ങനെയാണ്, സഭാപിതാക്കന്മാർ അങ്ങനെ പറഞ്ഞു. അതിനെന്താ തെളിവുള്ളത്? അതൊന്നും ചോദിക്കാൻ പാടില്ലെന്നാണ്. അത്യാവശ്യം ഒരു ആത്മീയ യുക്തിയിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പഴയ നിയമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഡ്രസ് കോഡുണ്ട്, ഈ പറഞ്ഞ തലയിലെ തൊപ്പിയും കാര്യങ്ങളൊക്കെയുണ്ട്. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 28-ാം അധ്യായത്തിലുണ്ട്. വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള തൊപ്പിയാണ്, അതായത് ആ ടർബൻ എന്ന് പറയുന്നത് വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ളതാണ്, പ്യുവർ വൈറ്റ് ആണെന്ന് ചുരുക്കം. അങ്ങനെയുള്ള തൊപ്പിയാണ് തലയിലേക്ക് വരുന്നത്. അത് മാത്രമല്ല, തൊപ്പിയുടെ മുൻപിൽ നെറ്റിയോടുള്ള ഭാഗത്ത് ഇവിടെ ഒരു ഗോൾഡ് പ്ലേറ്റ് വരും. ഇവൻ യഹോവയ്ക്ക് വിശുദ്ധൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. യഹോവയ്ക്ക് വിശുദ്ധൻ എന്നുള്ള നെറ്റിപ്പട്ടം അഥവാ ഗോൾഡ് പ്ലേറ്റ്, അതിങ്ങനെ ബാക്കിലേക്ക് പിടിച്ചു കെട്ടുന്നൊരു നൂലുണ്ട്. ബ്ലൂ കളറിലുള്ള നൂലാണ്, നീല നൂലാണ്. അതേസമയം ഇവിടെ ചുവപ്പ് നൂല്, ധൂമ്ര നൂല്, പിരിച്ച പഞ്ഞിനൂല്, ഇങ്ങനെ പല നൂലുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പല കാര്യത്തിനും. എന്തുകൊണ്ടാണ് നീലനൂല് മാത്രം ഉപയോഗിച്ചത്? അതിനൊക്കെ കാര്യമുണ്ട്, അതിനൊക്കെ അർത്ഥമുണ്ട്. ഇപ്പം ഞാനതൊന്നും പറയാൻ പോകുന്നില്ല, അത്ര തന്നെ. അപ്പോൾ അത് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ വസ്ത്രങ്ങളെക്കുറിച്ചോ തൊപ്പിയെക്കുറിച്ചോ എവിടെയെങ്കിലും ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ? ഡിഡാക്കയിലുണ്ടോ? അതേ ഊതായ കാനോനിലുണ്ടോ? എവിടെ ഇതൊക്കെ ഉള്ളത്? ഇപ്പം നമ്മുടെ ഈ പറയുന്ന അദ്ദേഹത്തിന് ഈ തൊപ്പി ഉണ്ടാക്കി കൊടുത്ത ആളുകൾ ഔട്ട്സൈഡിലുള്ള ആളുകളാണ്. അവരിൽ നിന്നാണ് തൊപ്പി മേടിച്ചത്. ഇപ്പം ഇതൊന്നും വചനത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഇതൊന്നും പറയേണ്ട കാര്യം നമുക്കില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പറഞ്ഞു വരുന്നത്. ഞാൻ ഊതായ കാനോൻ തുറന്നു വെച്ചിരിക്കുക. ഊതായ കാനോൻ തർജ്ജമ ചെയ്ത ആളുടെ കൊച്ചുമോനാണ് ഇപ്പം നമ്മൾ കണ്ട ജോൺസ് എബ്രഹാം കോനാട്ട്. ബഹുമാന്യനായ സീനിയർ കോറപ്പീസ്കോപ്പയാണ് അദ്ദേഹം. അദ്ദേഹത്തോടുള്ള ബഹുമാന പുരസ്സരം തന്നെയാണ് കേട്ടോ നമ്മൾ സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവവചനത്തിന് നിരക്കുന്നതല്ലെന്ന് നമ്മളുടെ ആത്മീയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. ഇതൊന്നും ഒരു അപ്പോസ്തലന്മാരുടെ പാറ്റേൺ അല്ല. ആദിമസഭ ഇങ്ങനെ ഒരു പ്രാക്ടീസിലല്ലായിരുന്നു. ഇങ്ങനത്തെ ഡ്രസ് കോഡോ രീതികളോ ഒന്നും ഇല്ലായിരുന്നു. ഇതൊന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ തന്നെ ഒരു സൈറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ സൈറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാതിരുന്ന മണ്ടനായി പോയി ഞാൻ. ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒന്നാന്തരമായിട്ട് വായിച്ച് കേൾപ്പിച്ചേനെ. പക്ഷെ ഒരു സമയത്ത് ഞാൻ ആ സൈറ്റ് അനേക സ്ഥലത്ത് ഞാൻ പ്രചരിപ്പിച്ചിരുന്നു. അനേക സ്ഥലത്ത് യാക്കോബായ പക്ഷത്തെ കുരുക്കിലാക്കുന്ന രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ ഒരു ഒഫീഷ്യൽ സൈറ്റാണ്. ഒഫീഷ്യൽ സൈറ്റ്, അതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ ലിങ്ക് ഇപ്പോൾ തുറക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബ്ലോക്ക് ചെയ്തു. ഞാൻ അതുപോലെ അത് പ്രചരിപ്പിച്ചു. അനേക ആളുകൾ അത് കണ്ടു. അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ കണ്ടു. അതായത് മലന്ന് കിടന്ന് ഓർത്തഡോക്സുകാരൻ തുപ്പുകയായിരുന്നു. അതിനകത്ത് മലന്ന് കിടന്ന് തുപ്പുക. യാക്കോബക്കാരൻ്റെ അടി കൊടുത്തത് സോഷ്യൽ മീഡിയയിലൂടെ. ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ ചലിക്കുന്ന കാലമല്ലേ. അവർക്കിട്ട് കൊടുത്ത അടി നമ്മളും കണ്ടു. നമ്മളത് കണ്ട് കാര്യം മനസ്സിലാക്കി. അപ്പോൾ ഈ മെത്രാന്മാരുടെ കുപ്പായത്തെക്കുറിച്ച് അതിനകത്ത് വിവരിച്ചിരിക്കുന്ന ദീർഘമായ വിവരണങ്ങളാണ്. വിവരണങ്ങളുടെ ഒടുവിലേക്ക് വന്നപ്പോൾ പറയാണ്, ഗ്രീക്ക് പുരോഹിതന്മാരുടെ, അതായത് പാഗൻ മതത്തിൻ്റെ അവരുടെ പുരോഹിതന്മാരുടെ ഡ്രസ് കോഡുകളും അതിൻ്റെ പാറ്റേണുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുക. ഈ യാക്കോബക്കാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. ആ കാര്യങ്ങളല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലാതെ അന്ത്യോക്യയിൽ നിന്ന് കിട്ടിയ പാറ്റേൺ ആണോന്നാണ് ഈ ചോദിക്കുന്നത്. കൊള്ളാം, സബാഷെന്നേ എനിക്ക് പറയാനുള്ളൂ. പിള്ളവായിൽ കള്ളമില്ലെന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് മനുഷ്യൻ സത്യം പറയും, ചില സമയത്ത്. ആ ആധികാരിക രേഖയും ആധികാരികമായ കാര്യം ഞാൻ അനേകരെ ധരിപ്പിച്ചു. പക്ഷെ പിന്നീട് അവർ ആ സൈറ്റ് തന്നെ മാറ്റിക്കളഞ്ഞു. ഈ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ എനിക്കങ്ങനെയല്ല.
വലിയ കാര്യമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് വരുന്നത്. ചുമ്മാ ഏതെങ്കിലും ഒരു ഓർത്തഡോക്സുകാരൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഔദ്യോഗികമായിട്ടോ ആധികാരികമായിട്ടോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതേസമയം സഭയുടെ പുത്രികാ സംഘടനകളും പല കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന അച്ഛന്മാരുണ്ട്, മെത്രാച്ചന്മാരുണ്ട്, അങ്ങനെ പലരുണ്ട്. അവരുടെ അധികാര സീമയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവരുടെ തൂലികയാൽ ചലിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണതൊക്കെ. അതിന് കുറച്ച് ആധികാരികതയുണ്ടെന്നേ. കാതോലിക്ക ബാവയാണോ എഴുതിയെന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറയും. അപ്പോൾ ഇവർ എഴുതിയാലും അതിന് ആധികാരികതയുണ്ട്. പറഞ്ഞു വന്നെന്താ, ഈ ഡ്രസ് കോഡും കാര്യങ്ങളും ഒക്കെ എടുത്തത് ഗ്രീക്ക് പുരോഹിതന്മാരുടെ രീതികളെയാണ് പിന്തുടർന്നതെന്നുള്ള കാര്യമാണ് അത് ഈ കോട്ട് ചെയ്തത്. സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ കണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. ഓർത്തഡോക്സി എന്ന് ഇവർ പറയും. അങ്ങനെയാണ് മാറ്റമില്ലാത്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെങ്കിൽ, ഇപ്പം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ പറയേ, അവരുടെ പേരിനോടുള്ള ബന്ധത്തിൽ അവർ പൊതുവെ അറിയപ്പെടുന്നത് സനാതന മതക്കാരെന്നുള്ളതാണ്. സനാതന മതം, സനാതനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മാറ്റമില്ലാത്തതെന്നാണ്. മാറ്റമില്ലാത്തതെന്ന് ചിരിച്ചിരിച്ച് മണ്ണ് തപ്പും നമ്മൾ. സനാതന മതത്തിലുണ്ടായിരുന്ന കാര്യമാണ് സതി എന്ന് പറയുന്നത്. മാറിയോ ഇല്ലയോ? ബാലവിവാഹം അവിടെ ഉണ്ടായിരുന്നു, അഥവാ ശൈശവ വിവാഹം. അത് മാറിയോ ഇല്ലയോ? അതിനകത്ത് ഐത്തം ഉണ്ടായിരുന്നു, ഐത്തം. ഇപ്പം ഐത്തം ഉണ്ടോ? സനാതനം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത് മാറിപ്പോയില്ലേ? അതുപോലെ തന്നെയാണ് ഈ ഓർത്തഡോക്സിയുമായി ബന്ധപ്പെട്ടാണ് ഈ ബിലിവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന KP യോഹന്നാൻ്റെ ആ സംഘം ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഓർത്തഡോക്സ് പുരോഹിതന്മാരുടെ തലയിലിരിക്കുന്ന തൊപ്പി പോലെയോ അതുപോലെ അതിലെ മെത്രാച്ചന്മാരുടെ തൊപ്പി പോലെയുള്ള തൊപ്പികളൊന്നുമല്ല അവർ ഉപയോഗിക്കുന്നത്. അവർ വേറെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുള്ള വെളിപ്പാട് അവർക്ക് എവിടെ നിന്ന് ലഭിച്ചു? പരിശുദ്ധാത്മാവ് കൊടുത്തതാണോ? നിങ്ങൾക്ക് ഈ തൊപ്പി ആര് തന്നതാ? പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് ചെയ്തതാണോ? ഇപ്പോൾ മോശയും സംഘവും ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ആ കാര്യങ്ങൾ ചെയ്തത്. വലിയവനായ ദൈവം ജ്ഞാനാത്മാവിൽ ഇതിനുള്ള ബോധ്യങ്ങളെ കൊടുത്തു. മോശയ്ക്ക് എല്ലാത്തിൻ്റെ അളവും അതിൻ്റെ സ്കെച്ചും പ്ലാനും ബ്ലൂ പ്രിൻ്റ് മൊത്തം കൊടുത്തു. ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പാകത്തിനാണ് ബസലേലിനെയും ഒഹാലിയാവിനെയും സജ്ജമാക്കിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ കാര്യങ്ങളെ ചെയ്യാനായിട്ട് ആരെയാണ് പ്രാപ്തമാക്കിയിരിക്കുന്നത്? അങ്ങനെ ഞാൻ ഊദായക്കാനോൻ തുറന്നു വെച്ചിരിക്കുകയാണ്. ഊദായക്കാനോൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, യാക്കോബായ ഓർത്തഡോക്സ് പക്ഷങ്ങളിലുള്ള സഹോദരങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ആധികാരികമായൊരു ഗ്രന്ഥമാണ്. ബൈബിളിന് അവർ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് അവരോട് ചോദിക്കുക. എന്നാൽ എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്, ഊദായക്കാനോൻ അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു സമയത്ത് ഇപ്പോൾ ഉണ്ടോയെന്നും അറിയില്ല. സുറിയാനി സഭയിലെ 1800-കളിലുണ്ടായ ഒരു കേസ്, റോയൽ കോടതിയിൽ നടന്ന ആ കേസുമായി ബന്ധപ്പെട്ട്, നവീകരണക്കാരുമായി ബന്ധപ്പെട്ട് നടന്ന ആ കേസിൽ ജയം കൊള്ളുവാനായിട്ട് ഓർത്തഡോക്സ് സമൂഹം കൈകാര്യം ചെയ്ത രീതികളുണ്ട്. അതിന് ഈ റോയൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്തത് ഊദായക്കാനോനാണ്. ഊദായക്കാനോൻ സുറിയാനി സഭയിലെ നവീകരണത്താൽ പുറത്തു വന്നവരാണല്ലോ മർത്തോമക്കാർ. അപ്പോൾ ആ സമയത്ത് അവരുടെ കയ്യിലൊരു ആധികാരിക രേഖയോ ഒന്നുമില്ല പറയാൻ. ആകെ പറയാനുള്ളത് നവീകരണം എന്ന് പറയാനേ ഉള്ളൂ, വേറൊന്നും കയ്യിലില്ല. അതേസമയം മറുസൈഡിലുള്ള ഗ്രൂപ്പിന്, പ്രബലമായ ഗ്രൂപ്പിന് ആധികാരികമായി കാണിക്കാൻ അവരുടെ കയ്യിലും വേറൊന്നുമില്ല, ഈ ഊദായക്കാനോൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ഊദായക്കാനോൻ വെച്ചിട്ടാണ് ഈ മർത്തോമക്കാരുടെ മേൽ വട്ടിപ്പണ കേസിൽ ജയമെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചരിത്രത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കങ്ങൾ വന്നു. ആ തർക്കങ്ങൾ വന്ന സമയത്തും ഓർത്തഡോക്സ് പക്ഷം വട്ടശ്ശേരി തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ, യാക്കോബായക്കാർക്ക് ചെകുത്താൻ കുരിശ് കാണുന്നു എന്ന് പറഞ്ഞ പോലെയാ. വട്ടശ്ശേരി എന്നുള്ള പേര് കേട്ടാൽ അവർ പിന്നെ എന്താ കാണിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. സ്ഥലകാല ബോധം മറന്നവർ കൊച്ചുപിച്ചാത്തി എടുക്കും. അത്ര ദേഷ്യമാണ് വട്ടശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ പാത്രിയാർക്കീസിനെയൊക്കെ നിന്ദിക്കുകയും ഇതെല്ലാം ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കിയത് അങ്ങനെയാണെന്നുള്ളൊരു ചിന്തയിലാണ് അവർക്ക് ആ ദേഷ്യം. ഭയങ്കര ദേഷ്യമാണ്, ചെറിയ ദേഷ്യമൊന്നുമല്ല, അസാധാരണമായ ദേഷ്യമാണ്. ഇപ്പോൾ വട്ടശ്ശേരി തിരുമേനിയുടെ ഖബറിൽ നിന്ന് അസ്ഥികൂടം പുറത്തെടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ അസ്ഥികൂടം എങ്ങനെയെങ്കിലും ആരെങ്കിലും പുത്തൻകുരിശ് വഴിക്കോ ആ ഭാഗത്ത് ഏതിലെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു 500 കോടി രൂപ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഈ യാക്കോബായ പക്ഷം ആ അസ്ഥികൂടം മേടിച്ചിട്ട് പരസ്യമായിട്ട് പൊടിച്ച് പിന്നെ അത് പെരിയാറ്റിൽ ഒഴുക്കുന്ന ഒരു മഹനീയ ശുശ്രൂഷ വരെ വേണേൽ അവർ ചെയ്യും. അത്ര കോപമാണ്. ഗിരിപ്രഭാഷണമൊന്നും ഇവിടെ വിലപ്പോവില്ല. ഗിരിപ്രഭാഷണമൊക്കെ പെന്തിക്കോസുകാരാ നിൻ്റെ കയ്യിൽ വെച്ചോ, അതൊന്നും ഞങ്ങളുടെ അടുത്ത് ഇറക്കണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്താഗതി. ഓക്കെ, അപ്പം ഈ ഊദായക്കാനോൻ വെച്ചിട്ടാണ് ആ ഒരു സമയത്ത് ഇവർ ജയമെടുത്തത്, യാക്കോബായ പക്ഷത്തിന് മേൽ ജയമെടുത്തത്. ഇതൊക്കെ ചരിത്ര രേഖകളാണ് ഞാനീ പറയുന്നത്. സഹോദരങ്ങളെ, ഊദായക്കാനോനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഡിഡാക്കയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് സെയിം സാമ്യമുള്ള കാര്യം തന്നെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്.
ഊദായ കാനോൻ പറയുന്നത് ഒഴുക്കുള്ള വെള്ളത്തിലാണ് മാമോദീസ നടത്തേണ്ടത്. ഒഴുക്കുള്ള വെള്ളത്തിലാണ് മാമോദീസ നടത്തേണ്ടത്. അല്ലാതെ കൊച്ചു കുട്ടികളുടെ തലയിൽ വെള്ളം തെളിക്കുന്ന പോലത്തെ കാര്യമല്ല അവിടെ പറയുന്നത്. അത് തന്നെയല്ല, ഒഴുക്കുള്ള വെള്ളമില്ലെങ്കിൽ കുളത്തിലാകാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഈ വെള്ളം തളിക്കാമെന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ അത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെയും പറയുന്നുണ്ട്, ഈ ഉപവാസത്തിൻ്റെ കാര്യം അവിടെയും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ മാമോദീസ ഏൽക്കുന്നതിന് മുമ്പ് 3 ദിവസം മറ്റോ ഉപവാസം ഏൽക്കണം എന്നുള്ള ഒരു രീതി അതിനകത്തും കണ്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഡിഡാക്കിയിൽ നിന്ന് ഞാൻ കൃത്യമായി വായിച്ചതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഊദായ കാനോനിൽ അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനിത് ഓർമ്മയെന്നാണ് പറയുന്നത്. ഇപ്പം ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് വായിക്കാനുള്ളൊരു സാവകാശം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഊദായ കാനോനിലേക്ക് വരുമ്പോൾ അവിടെയും വ്യക്തമായി പറയുന്നു ഒഴുക്കുള്ള വെള്ളത്തിലാണ് മാമോദീസ മുക്കേണ്ടത്. പിന്നെ അതില്ലെങ്കിലാണ് കുളം മറ്റ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, മാമോദീസ ഏൽക്കാൻ വരുന്ന സ്ത്രീ ആണെങ്കിൽ മുടി അഴിച്ചിടണം എന്നുള്ളതുണ്ട്. മുടി അഴിച്ചിടണം എന്നുള്ളത്. അടുത്ത കാര്യം എന്താ, അവരുടെ ശരീരത്തിൽ നിന്ന് ആഭരണങ്ങളൊക്കെ, ഓർണമെൻറ്റ്സ് അഥവാ എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. ഇതെല്ലാം ഊദായ കാനോൻ പറയുന്നതാണ്, ഏതെങ്കിലും പെന്തക്കോസ്തുകാരൻ പറയുന്നൊന്നുമല്ല. അങ്ങനെ വളരെ കൃത്യമായി ആധികാരികമായി 2 പ്രധാനപ്പെട്ട കേസുകൾ ജയിക്കാൻ നിങ്ങൾ അവലംബിച്ച പുസ്തകമാണ് ഊദായ കാനോൻ. നിങ്ങളുടെ ജീവകാലത്ത് ഒരിക്കലും നിങ്ങൾക്ക് തലമുറയായിട്ട് ഓർത്തഡോക്സുകാർ ഭൂമിയിലുണ്ടെങ്കിൽ ഉള്ള കാലത്ത് ഈ പുസ്തകത്തെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. കാരണം 2 പ്രധാനപ്പെട്ട കേസുകൾ നിങ്ങളെ ജയിപ്പിച്ചതാണ്. പരാശരനോ നരിമാനോ പിന്നെ ആരാ അങ്ങനെയുള്ളവരൊക്കെ ജയിപ്പിച്ചു എന്ന് പറയാം. എന്നാൽ പോലും അവർ ഈ ജയത്തിന് വേണ്ടി ഈ കാര്യങ്ങളെ കൂട്ടുപിടിച്ചു. ബഹുമാനപ്പെട്ട കോടതികൾ ഇത് അംഗീകരിച്ചു. കാരണം നിങ്ങളാണ് ആധികാരികമായ കൂട്ടർ, മറ്റവരല്ല. നിങ്ങളുടെ കയ്യിലാണ് പാരമ്പര്യങ്ങളും അംശവടികളും കോലും കൊഴിയൊക്കെ ഇരിക്കുന്ന നിങ്ങളുടെ കയ്യിലാണെന്നുള്ളതാണ് കോടതി സമ്മതിച്ചത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിട്ടു തന്നത്. കാര്യങ്ങൾ വിട്ടു തന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ മാമോദീസയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ രീതികൾ ഇന്ന് അവലംബിക്കാത്തതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ രീതികൾ ഇന്ന് അവലംബിക്കാത്തതെന്നുള്ള ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ ഊദായ കാനോനെ വിട്ടുകളയാണ്. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കഴിഞ്ഞ മെസ്സേജിലും പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. ഈ ചരിത്ര രേഖകൾ വെച്ച് സഭാപിതാക്കന്മാരെ എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അന്നത്തെ മെസ്സേജിലും അച്ഛൻ ആ കാര്യങ്ങളെ പറയുന്നുണ്ട്. ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊരു അന്വേഷണത്തിന് പോയപ്പോൾ മനസ്സിലായൊരു കാര്യം, ഒരു കോട്ട് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. തോമസ് അക്വിനാസിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. മുൻപ് എല്ലായ്പ്പോഴും മുങ്ങി സ്നാനമേറ്റിരുന്ന റോമൻ കത്തോലിക്ക സഭ തന്നെ തളിക്കുകയോ ഒഴിക്കുകയോ ചെയ്യുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് മധ്യകാലഘട്ടത്തിലാണ്. മധ്യകാലഘട്ടം വരെ അങ്ങനെ അല്ലാതിരുന്നു. മുഴുകൽ സ്നാനമായിരുന്നു, നിബഞ്ജനമായിരുന്നു. അങ്ങനെയാണ് അക്വിനാസ് 1225 1274 അദ്ദേഹം പറയുന്നത്. നിബഞ്ജനത്തിൽ ക്രിസ്തുവിൻ്റെ ശവസംസ്കാരത്തിൻ്റെ ക്രമീകരണം കൂടുതൽ വ്യക്തതയോടെ നമുക്ക് ലഭിക്കുമെന്ന്. ഏകദേശം 112 സമയമാണ് ഇഗ്നേഷ്യസ്, AD 112 മറ്റോ. ഇഗ്നേഷ്യസിൻ്റെ സമയത്ത് ഇഗ്നേഷ്യസ് പറയാണ്, സ്നാനമേറ്റവരോട് 1-2 ദിവസം മുൻപ് ഉപവസിക്കാൻ കൽപ്പിക്കുക. സ്നാനമേറ്റവരോടെ 1-2 ദിവസം മുമ്പ് ഉപവസിക്കാൻ കൽപ്പിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അഗസ്റ്റിൻ പറയുന്നുണ്ടല്ലോ, അഗസ്റ്റിൻ്റെ ബുക്കിൻ്റെ പേര് ഡി ബാപ്റ്റിസ്മോ എന്നോ മറ്റോ ആണ്. അത് ക്ലിയർ അല്ല, തെളിഞ്ഞിട്ടില്ല. എനിവേ, അഗസ്റ്റിൻ പറയുന്ന ദൈവത്തിൻ്റെ മക്കൾ സ്നാനമേറ്റ് പിന്നീട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം അവകാശികളായി തീരുകയും ദൈവകുടുംബത്തിലേക്ക് ദത്തെടുക്കുകയും ചെയ്യും. അങ്ങനെ അവർ ദൈവത്തിൻ്റെ മക്കളായി തീരുകയും ചെയ്യുമെന്നുള്ളതാണ് അഗസ്റ്റിൻ പറയുന്നത്. അടുത്ത് തെർത്തുല്യനും ഒക്കെ ചൈൽഡ് ബാപ്റ്റിസത്തെ അംഗീകരിച്ചയാളാണ്, പിന്നീട് എതിർത്തയാളാണ്, പിന്നീട് അംഗീകരിച്ചയാളാണ്. അദ്ദേഹം ആദ്യം അതിനെ അംഗീകരിച്ചു, പിന്നീട് എതിർത്തു, പിന്നീട് ഒടുവിലത്തെ സമയം വന്നപ്പോൾ അദ്ദേഹം വീണ്ടും അത് അംഗീകരിച്ചു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് വേറെ പലരും ഈ കാര്യത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വന്നിട്ടുണ്ട്. വേറെ കുറേ പേരുടെ കോട്ടുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അനുകൂലിച്ചവരുമുണ്ട്, പ്രതികൂലിച്ചവരുമുണ്ട്. 2-ാം നൂറ്റാണ്ടിന് ശേഷം അല്പാൽപമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നത്. അല്പാൽപമായിട്ട് മാത്രം, വ്യാപകമായിട്ടൊന്നുമല്ല. അതേസമയം AD 300 അതായത് കുസ്തിന്തിനോസ് രംഗത്ത് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതിയെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് ചില ആധികാരികമായ കാര്യങ്ങൾ നമ്മൾ കാണാൻ നമുക്ക് കഴിയുന്നത് അവിടെ ഈ മുഴുകൽ സ്നാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 1200-കൾക്ക് ശേഷമാണ് ഈ വ്യാപകമായിട്ട് ശിശുസ്നാനം വെളിപ്പെട്ട് വന്നതെന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ആദ്യത്തെ നൂറ്റാണ്ടിന് ശേഷം ശിശുസ്നാനവും അങ്ങനെ പല കാര്യങ്ങളും ഘട്ടം ഘട്ടമായി പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്.
ആദിമകാലത്തില്ലാത്ത പല പ്രാക്ടീസുകളും രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെല്ലാം പാരമ്പര്യം എന്നുള്ള ഓമന പേരിട്ടിട്ടാണല്ലോ ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ടവർ സഭാ സമൂഹങ്ങളൊക്കെ വിളിക്കുന്നത്. പാരമ്പര്യം എന്നുള്ള പേരിട്ടിട്ടാണ്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്, അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യതയോടെ പറയാനുണ്ട്. സൗരങ്ങളെ, ഇപ്പോൾ നമ്മുടെ അച്ഛൻ നമ്മളോട് ചോദ്യം ചോദിച്ചല്ലോ 2-3 ആഴ്ച മുമ്പ്. ആ വീഡിയോയിലെ തന്നെ ഒരു ഭാഗം നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. ഒരു ഭാഗം, അതായത് അച്ഛന് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹം യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്തപ്പോൾ അവിടെ കുറച്ച് പെന്തക്കോസ് സഹോദരന്മാർ തിയോളജിക്കൽ സബ്ജക്റ്റുകളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന ഒരു ഭാഗം കാണുവാനിടയായി. അതിനകത്ത് അവർ തെർത്തുലിനെക്കുറിച്ചും ഇഗ്നേഷ്യസിനെക്കുറിച്ചും അങ്ങനെ സഭാപിതാക്കന്മാരും അപ്പോസ്തോലിക പിതാക്കന്മാരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ടപ്പോൾ അച്ഛന് വിസ്മയമായി പോയി എന്നാണ് പറയുന്നത്. വിസ്മയമായി പോയി. ഇവർക്കും വലിയ മാറ്റമൊക്കെ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് അച്ഛൻ അവിടെ പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഒരു 2 മിനിറ്റ് അച്ഛൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വന്നാണ് നമുക്ക് അവസാനിപ്പിക്കാനുള്ളത്. യെസ്, നിങ്ങൾ ചരിത്രരേഖകൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും ബൈബിൾ 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 എന്ന് മാത്രമേ പറയത്തുള്ളൂ. ബൈബിളിലുണ്ടോ, ബൈബിളിലുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറയും. പക്ഷേ അടുത്തിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടു. പെന്തിക്കോസ്തൽ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന 2 അധ്യാപകരും അതുപോലെ തന്നെ ഇതേപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ള 2-3 ചെറുപ്പക്കാരും കൂടെ കൂടിയിരുന്ന് ഒരു ഡിസ്കഷൻ നടത്തുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങളുടെ ഈ പെന്തിക്കോസ്റ്റൽ സമൂഹത്തിലെ പേരെടുത്ത 1-2 പേര് അതിനകത്തുണ്ട്. അവർ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്താണ്? കൗൺസിൽ ഓഫ് നിഷിയ, കൗൺസിൽ ഓഫ് കാൽസിഡോൺ ഒക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് അവർ കോട്ട് ചെയ്യുന്ന ആരെയൊക്കെയാണെന്നറിയാമോ? ജസ്റ്റിൻ മാർട്ടിയറെ, അതുപോലെ തന്നെ ഗ്രിഗറി ഓഫ് നീസ, ടെർട്ടുല്യൻ, ഇവരെയൊക്കെ കോട്ട് ചെയ്യുകയാണ്. ഞാൻ അന്നേരം അത്ഭുതം വിചാരിച്ചു, ദൈവം ഈ പെന്തക്കോസുകാർ ഈ ബൈബിൾ വിട്ടേച്ച് ഹിസ്റ്ററിയിലേക്ക് ഇറങ്ങി തുടങ്ങിയല്ലോ എന്ന് അത്ഭുതം വിചാരിച്ചു. എനിക്ക് പ്രിയപ്പെട്ട സജി ബ്രദറിനോട് പറയാനുള്ളത്, ബൈബിൾ മാത്രം സോളാ സ്ക്രിപ്ചുറ എന്ന തിയറി ഇനി മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ ഒക്കുകയില്ല. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ധാരാളം സംശയങ്ങളുണ്ട്. ബൈബിളിൽ എല്ലാത്തിനും ആൻസർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹിസ്റ്ററിയിലേക്ക് വരേണ്ടി വരും. ശ്ലീഹന്മാരുടെ കാലം, ആ ശ്ലീഹന്മാരുടെ കാലത്ത് നടന്ന അപ്പോസ്തല പ്രവൃത്തികളോടൊപ്പം തന്നെ പൗലൂസിൻ്റെയും പത്രോസിൻ്റെയും പ്രവർത്തനങ്ങളൊക്കെ അവരെഴുതിയ ലേഖനങ്ങൾ കുറേയൊക്കെ ഉണ്ട്. എന്നാൽ അതിനുശേഷം ഈ സഭയിൽ എന്തു നടന്നു എന്ന് അറിയണ്ടേ, വേണ്ടേ? അപ്പോൾ അപ്പോസ്തോലന്മാരുടെ ഡയറക്റ്റ് ശിഷ്യന്മാരായിട്ട് വന്ന അപ്പോസ്തോലിക പിതാക്കന്മാർ, അതിനുശേഷം വന്ന സഭാപിതാക്കന്മാർ, ഇവരെല്ലാം കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന മാതൃകകളും വഴികളും അനുസരിച്ചാണ് സഭ പിന്നെ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഈ ബൈബിൾ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ഞാനൊക്കെ പണ്ട് സെമിനാരിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പം തെർത്തുലിനെ പറ്റിയോ അല്ലെങ്കിൽ ഗ്രിഗറി ഓഫ് നീസായെ പറ്റിയോ ഗ്രിഗറി ദ തിയോളജിയെ പറ്റിയോ ഒക്കെ പഠിക്കാൻ പോയാൽ ആ പുസ്തകമൊന്നും കിട്ടാനില്ല. നമുക്ക് എല്ലാം ഒന്നും വായിച്ചെടുക്കാൻ തക്കോണമുള്ള മെറ്റീരിയൽ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുമല്ല. ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു അത്ഭുത ലോകമാണ്. അവിടേക്ക് കയറിയാൽ അവർക്ക് മുഴുവൻ വായിക്കാൻ പറ്റും. ഇഗ്നാത്യോസിൻ്റെ 7 ലേഖനം വായിക്കണമെങ്കിൽ ഒരു പ്രയാസമില്ല. പൗലൂസ് ലീഹായുടെ ബൈബിളിലെ ലേഖനം പോലെ തന്നെ ഇഗ്നാത്യോസിൻ്റെ 7 ലേഖനങ്ങൾ വായിക്കാം, പോളിക്കർപ്പസിൻ്റെ ലെറ്റേഴ്സ് വായിക്കാം. ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇനിയത്തെ കാലത്തെ യുവജനങ്ങളെ നമുക്ക് കബളിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട സജീവ് വർഗീസ് ബ്രദർ ഒന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു സ്പീക്ക് ടു ദ പോയിന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുക. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോടുള്ള സ്നേഹവും കരുതലോടുകൂടി തന്നെയാണ് പറയുന്നത്. എനിക്ക് സജീവ് ബ്രദറിനോട് പറയുവാനുള്ളത്, നിങ്ങളിങ്ങനെ മുഴത്തിന് സോളാ സ്ക്രിപ്ചുറ എന്നിങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അഥവാ ബൈബിൾ മാത്രം എന്നുള്ള ആ ആശയം അതൊന്ന് അത് വിട്ടിട്ട് കാര്യങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ധാരാളം സംശയങ്ങളുണ്ട്, എല്ലാത്തിനും ഉത്തരം ബൈബിളിലില്ലെന്ന്. ആര് പറഞ്ഞു? ഭക്തിക്കൊത്ത് ജീവിക്കാൻ വേണ്ടുന്ന സകല ഉത്തരവ് ഇതിനകത്തുണ്ട്. രക്ഷയ്ക്ക് വേണ്ടതും വിശുദ്ധ ജീവിതത്തിന് വേണ്ടുന്നതായ സകല കാര്യങ്ങളുമുണ്ട്. ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് ചോദിച്ചാൽ ഇതിനകത്ത് ഇല്ലെന്ന് എനിക്ക് തോന്നണേ. റോക്കറ്റ് സയൻസിനെ കുറിച്ച് ചോദിച്ചാൽ ഇതിനകത്തില്ല. അതിന് നിങ്ങൾ വേറെ വഴി നോക്കേണ്ടി വരും.
അത് ഏത് പെന്തിക്കോസുകാരനാണെങ്കിലും കൊള്ളാം, ഓർത്തഡോക്സുകാരനാണെങ്കിലും കൊള്ളാം, അതിന് വേറെ വേറെ പുസ്തകങ്ങൾ നോക്കുക. മനുഷ്യൻ്റെ രക്ഷയോടും വീണ്ടെടുപ്പിനോടുമുള്ള ബന്ധത്തിൽ ആധികാരികമായ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഈ 66 പുസ്തകത്തിനകത്തുണ്ട്. അത് ഉണ്ടെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ള ആളാണ്. ആ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറയാനുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഉറപ്പിച്ച് പറയുന്നത്, ബൈബിൾ ഞങ്ങളെ സംബന്ധിച്ച് സുപ്രീം അതോറിറ്റിയാണ്. അതാണ് ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. മെഷറിംഗ് റോഡാണത്. സോളാ സ്ക്രിപ്ചർ എന്നുള്ളത് ഒരു കാലത്തും മാറാൻ പോകുന്നില്ല, മാറ്റാനും പോകുന്നില്ല. അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളെപ്പോലെയുള്ള ധാരാളം ആളുകൾക്ക് വന്നിരിക്കുന്ന തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എന്തിനും ഏതിനും ബൈബിൾ 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 എന്ന് മാത്രമല്ല പറയുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. ഈ പെന്തക്കോസ്ത് ഉപദേശം മലയാളക്കരയിൽ പ്രചരിക്കാൻ തുടങ്ങി അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ ആദ്യത്തെ ട്രെയിനിങ് സെൻറ്റർ, അതായത് ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ. അത് പിന്നീട് അവിടെ നിന്ന് മാറ്റി പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഏകദേശം 100 വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു സെമിനാരിയാണ് പുനലൂർ ബദേൽ ബൈബിൾ കോളേജ് എന്ന് പറയുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും ധാരാളം ബൈബിൾ കോളേജുകൾ ആരംഭിക്കാനിടയായി. അങ്ങനെ ബൈബിൾ കോളേജുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ബൈബിൾ കോളേജുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ATA അംഗീകാരത്തിലുള്ള ഏഷ്യൻ തിയോളജിക്കൽ അക്രഡിറ്റേഷൻ്റെ അണ്ടറിൽ വരുന്ന ബൈബിൾ കോളേജുകളുണ്ട്. അതേസമയം 1, 2, 3 ബൈബിൾ കോളേജുകൾ സെറാംപൂറിൻ്റെ അണ്ടറിൽ വരുന്ന ബൈബിൾ കോളേജുകളുണ്ട്. അതൊക്കെ ഒത്തിരി കാലങ്ങളായി തുടങ്ങിയിട്ട്. ഇന്നോ ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ കാലങ്ങളായി അതൊക്കെ തുടങ്ങിയിട്ട്. ഈ പെന്തക്കോസ്ത് വഴിത്താരയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് ബ്രദർ KP യോഹന്നാൻ. ഇപ്പോൾ യോഹാൻ പ്രഥമനായ പുള്ളി. അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ചിരുന്ന കാലത്ത് സ്ഥാപിച്ചൊരു സെമിനാരിയാണ് കുറ്റപ്പുഴ GFI എന്ന് പറയുന്നത്. അത് മലയാളക്കരയിലെ മനോഹരമായൊരു സെമിനാരി തന്നെയാണ്. സെമിനാരികൾക്ക് ഏറ്റവും ആധികാരികമായി വേണ്ടത് ധാരാളം ബുക്സ് ആണല്ലോ. റെഫറൻസിന് വേണ്ടത് ധാരാളം ബുക്സും അനുബന്ധമായ കാര്യങ്ങളെല്ലാം ഉള്ളൊരു സെമിനാരിയാണ്. പിന്നീട് അടൂരിനടുത്ത് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി, ആ സെമിനാരി എന്ന് പറയുന്നതും പഴക്കമുള്ളതാണ്. അവിടെ ധാരാളം ബുക്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. സെറാംപൂറിൻ്റെ അണ്ടറിലാണ് അതും ഉള്ളത്. പിന്നീട് മറ്റ് സെമിനാരികളുമുണ്ട്. കുമ്പനാട് സെമിനാരിയുണ്ട്, മുളക്കുഴ സെമിനാരിയുണ്ട്, വേറെ പല സ്ഥലത്ത് സെമിനാരികളുണ്ട്. ഇതൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ആ സെമിനാരിയുടെ ഷെൽഫുകളിൽ ധാരാളം ബൈബിൾ ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിരിക്കുകയല്ല. അങ്ങനെയാണ് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത്. പെന്തിക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ അവരുടെ സെമിനാരി ഉണ്ട്, അവർക്ക് അവിടെ ഷെൽഫുകളുണ്ട്. ഷെൽഫുകളിൽ പല കളറിലുള്ള ബൈബിളുകൾ അടുക്കി വെച്ചിരിക്കുകയെന്ന്. ആ സെമിനാരിയുടെ ഷെൽഫുകളിൽ ഭഗവത്ഗീതയുണ്ട്, ഖുറാനുണ്ട്, രാമായണമുണ്ട്, സകല സാധനമുണ്ട്. കാറൽ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ വരെയുണ്ട് അവിടെ. ഊതായക്കാനുണ്ട് അവിടെ. അതുപോലെ യാക്കോബായക്കാരുടെ ഓർത്തഡോക്സുകാരുടെ കുർബാന പുസ്തകം അവിടെയുണ്ട്. സകല പുസ്തകങ്ങളും അവിടെയുണ്ട്. എല്ലാ A to Z സൂര്യന് കീഴിലുള്ള എല്ലാ പുസ്തകങ്ങളും അവിടെയുണ്ട്. ഇതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് എല്ലാത്തിൻ്റെയും സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്താണ്. അതിനപ്പുറമല്ല ബാക്കി കാര്യങ്ങൾ. രക്ഷയോടുള്ള ബന്ധത്തിൽ, വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, മുൻപോട്ടുള്ള പ്രയാണത്തിന് ദൈവശബ്ദം കേൾക്കാൻ ഞങ്ങൾ തുറക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണത്. അത്ര പരിഭാവനതയോടെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പോൾ ആ പുസ്തകം തുറന്നാണ് ഞങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നതും അല്ലെങ്കിൽ തിരുവെഴുത്ത് പഠിക്കുന്നതും ഗ്രഹിക്കുന്നതും ഒക്കെ. അതേസമയം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ വേണ്ടിയും ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയും ചരിത്ര പുസ്തകങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. യഹൂദന്മാരുടെ എഴുത്തുകൾ പഠിക്കും, മിഡിൽ ഈസ്റ്റിലെ ചരിത്രങ്ങൾ പഠിക്കും, അല്ലേ? പുരാതന ലോകത്ത് ചരിത്രങ്ങൾ പഠിക്കണ്ടേ? അങ്ങനെ ചരിത്രങ്ങൾ പഠിക്കും, ആധികാരിക ലേഖകൾ പഠിക്കും, റോമൻ ചരിത്രങ്ങൾ പഠിക്കും, പിന്നെ ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലെ ആ പാഗൻ സെറ്റപ്പുകൾ, ഇതൊക്കെ എങ്ങനെയാണ്, ഏതാണ്, എന്താണെന്നൊക്കെ ഉള്ളത് അന്വേഷിക്കും, പഠിക്കും. അതെല്ലാം പഠനത്തിന് വേണ്ടി മാത്രമാണ്. അക്കാഡമിക് തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. നിശ്ചയമായും അങ്ങനെ ചെയ്യും അച്ഛൻ വളരെ സന്തോഷപൂർവ്വം പറഞ്ഞു ഇവരുടെ ഇടയിലെ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന്. പക്ഷേ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല അച്ഛോ. അതായത് ഞങ്ങളുടെ പൂർവന്മാരായ പിതാക്കന്മാർ രംഗത്ത് വന്ന ആരംഭ കാലഘട്ടത്തിൽ അവരുടെ പഠനത്തിനും കാര്യങ്ങൾക്കൊക്കെ അവർ ബൈബിളാണ് ആധികാരികമായിട്ട് എടുത്തത്. പിന്നീട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഈ ബൈബിൾ സ്കൂളുകൾ, ബൈബിൾ കോളേജുകൾ, പിന്നീട് സെമിനാരികൾ എന്നുള്ള നിലയിലേക്കൊക്കെ പരിവർത്തനം ചെയ്യപ്പെട്ട് അവിടെയൊക്കെ പോയി പഠിച്ചത്. സാധാരണ വിശ്വാസികൾ ബൈബിളായിരുന്നു പഠിച്ചത്. അവർക്ക് പശ്ചാത്തലം പഠിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും സാഹചര്യമില്ലായിരുന്നു. അവർ ദൈവസന്നിധിയിൽ തകർന്നു തുടങ്ങിയ ഹൃദയത്തോടെ മുഴങ്കാലിലേക്ക് വരും. അങ്ങനെ മുഴങ്കാലിലേക്ക് വന്ന് ഇത് തുറന്നു വെച്ച് മണ്ണെണ്ണ വിളക്കും കത്തിച്ചു വയ്ക്കും. അത്രയേ ഉള്ളൂ. പെട്രോൾ മാക്സൊക്കെ പിന്നെ കണ്ടുപിടിച്ച ആഡംബരങ്ങളാണ്. അതിനൊക്കെ മുമ്പ് വെറും മണ്ണെണ്ണ വിളക്കുകളാണ്. അതൊക്കെ കത്തിച്ചു വെച്ചിട്ട് അവർ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ
അവർ ഈ പുസ്തകം തുറന്നു വെച്ച് നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരോട് കരുണ തോന്നിയിട്ട്, സ്കൂളും കോളേജൊന്നും കാണാത്ത മനുഷ്യരെ അവരിൽ പലരും, പക്ഷേ എന്നാലും തിരുവഴുത്തിൻ്റെ ആധികാരികത അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വളരെ കൃത്യമായി ലേവ്യ പുസ്തകമൊക്കെയാണ് തുറന്നു കൊടുക്കുന്നത്. പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, പഞ്ചഗ്രന്ഥങ്ങൾ, പിന്നീട് പ്രവാചക ഗ്രന്ഥങ്ങൾ, പിന്നീട് സുവിശേഷത്തിൻ്റെ ഏടുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും തുറന്ന് വളരെ ആധികാരികമായി ബോധ്യമുള്ള ഒരു തലമുറയായിരുന്നു. ഞങ്ങളുടെ പൂർവന്മാരായ പെന്തിക്കോസിൻ്റെ പിതാക്കന്മാരൊന്നും അക്കാഡമിക്കിന് അമിത പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അവർ ഹോളി ലൈഫിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്, ഹോളി ലൈഫിന്. പക്ഷെ പിൽക്കാലത്ത് അച്ഛൻ സന്തോഷിച്ച ആ സന്തോഷം ഈ കാലത്ത് ഞങ്ങളുടെ പാസ്റ്റേഴ്സൊക്കെ, MTH ഇല്ലാത്ത പാസ്റ്റർമാരും ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. MTHും പിന്നെ സെമിനാരി പഠിപ്പിക്കുന്നവർ ഓൾമോസ്റ്റ് എല്ലാം ഡോക്ടറേറ്റ് ഉള്ളവരാണ്. എന്നെ പഠിപ്പിച്ച ഒരാൾ 1 or 2 ഡോക്ടറേറ്റൊക്കെ എടുത്ത ആളാണ്. പക്ഷെ പുള്ളിക്കാരൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ആത്മാവൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു കളയും. പണ്ട് കാലത്ത് ഞങ്ങളുടെ പൂർവന്മാർ മർത്തോമ, യാക്കോബായ, ഓർത്തഡോക്സ്, കാത്തലിക്ക്, പിന്നെ മറ്റ് മത പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരൊക്കെയുണ്ട്. അവർ ദൈവസന്നിധി കുത്തിയിരുന്നായിരുന്നു കാര്യങ്ങളെ ഗ്രഹിച്ചിരുന്ന അന്ന്. ഞാൻ അക്കാഡമിക്കിന് എതിരല്ല കേട്ടോ, ബഹുമാനപ്പെട്ട അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. അക്കാഡമിക് ഞാൻ അംഗീകരിക്കുന്നയാളാണ്, ഞാൻ അതിന് ഗൗരവം കൊടുക്കുന്നയാളും തന്നെയാണ്. പഠനം ആവശ്യമാണ്. അപ്പോൾ തന്നെ അത് തടിച്ച പുസ്തകങ്ങളുടെ താളുകൾക്കകത്തുള്ള കാര്യങ്ങൾ മാത്രം തലയ്ക്കകത്ത് കയറ്റിയാൽ പോരാ. പൗലോസ് പറയുന്ന പോലെ ഞാൻ തടിച്ച പുസ്തകങ്ങളുടെ ചോട്ടിലിരുന്നവനാ. ഗമാലിയലിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് തടിച്ച പുസ്തകങ്ങൾ തിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു വെളിപ്പാടനുസരിച്ചത്രേ ഞങ്ങളുടെ സമൂഹത്തിനും വെളിപ്പാട് നഷ്ടപ്പെട്ടു വച്ചോ, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് ഓർത്തഡോക്സ് അല്ല, അതിലപ്പുറമുള്ള വമ്പന്മാരെ മുട്ടുകുത്തിക്കാൻ പാകത്തിനുള്ള തിയോളജിക്കൽ സ്റ്റഫുള്ളവർ ഞങ്ങളുടെ ഇടയിലുണ്ട്, തിയോളജിക്കൽ സ്റ്റഫുള്ളവർ. പക്ഷെ അവർക്ക് വെളിപ്പാടുണ്ടോ എന്ന് ചോദിക്കരുത്. അവർ ദൈവശബ്ദം കേൾക്കുന്നവരാണെന്നൊന്നും ചോദിക്കരുത്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനും വെള്ളത്തിലായി പോവും. അതേസമയം ഈ പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാർ, ഞാൻ പറഞ്ഞു, സ്കൂളും കോളേജും കാണാത്തവർ, കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം, അല്ലെ പാടത്ത് ഉഴുതിട്ട് വന്നവരായിരിക്കാം. അത് കഴിഞ്ഞ് കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വന്ന് അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഒരു രോഗിയായവൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് തലേ കൈവച്ച് പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകുമായിരുന്നു. അച്ഛൻ്റെ ചോദ്യമുണ്ട്, നിങ്ങളുടെ ആദ്യ അനുഭവം ഇപ്പോഴത്തെ അനുഭവം തമ്മിൽ എന്നൊരു ചോദ്യമുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ ഞാനിതിൻ്റെ ബാക്കി പറഞ്ഞോളാം. ഇപ്പോൾ അത് പറയാൻ ഞാൻ സമയം കണ്ടെത്തുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം എന്താ? സജീവതർ ഒന്ന് മാറി ചിന്തിക്കണം. ഈ സോളാ സ്ക്രിപ്ചറെ ഒന്ന് എറിഞ്ഞു കളഞ്ഞിട്ട് ചരിത്രത്തിലേക്കും പഠനത്തിലേക്കും ഒക്കെ വരണമെന്ന്. അച്ഛൻ ഞങ്ങളുടെ ആളുകളെല്ലാം പഠിക്കാൻ മനസ്സുള്ളവർ തന്നെയാണ്, പഠിക്കുന്നുണ്ട്. ഇത് പഠിക്കുന്നതിനിടയിൽ ഞാൻ പറയുകയാണ്, ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ആധികാരികമായി പറയുകയാണ്, സോളാ സ്ക്രിപ്ചറെ ഞങ്ങൾക്ക് കളയാൻ കഴിയില്ല. ബൈബിളാണ് ഞങ്ങൾക്ക് എല്ലാത്തിൻ്റെയും അവസാന വാക്ക്. ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്താണ്. അതിനപ്പുറം ഒരു പുസ്തകവുമില്ല. ഞങ്ങൾക്ക് ഇഗ്നേഷ്യസിനെ ബഹുമാനമാണ്, തെർത്തുല്യനെ ബഹുമാനമാണ്, അത്തനേഷ്യസിനെ ബഹുമാനമാണ്. അല്ലെന്ന് ആര് പറഞ്ഞു? ഏകദേശം AD 100 എഴുതി തീർത്ത ഈ വിശുദ്ധ തിരുവെഴുത്ത്, ഇത് മാത്രമാണ് ദൈവനിശ്വാസ്യം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസ വിഷയം. ഇത് മാത്രമാണ് ദൈവനിശ്വാസ്യം. അത് കഴിഞ്ഞ് തെർത്തുല്യൻ എഴുതിയതോ ഒറിഗൻ എഴുതിയതോ പലരും എഴുതിയ രേഖകളുണ്ട്. ദിഡാക്കെ പോലും ഞങ്ങൾക്ക് ദൈവവിശ്വാസ്യമല്ല, ഊതായക്കാരനും ഞങ്ങൾക്ക് ദൈവവിശ്വാസ്യമല്ല. പിന്നീട് വന്നവരും പോയവരും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നല്ല കാര്യം ഞങ്ങൾ എടുക്കും. തെർത്തുല്യൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്, എടുക്കും. അത്തനേഷ്യസ് ഉത്സാഹിപ്പിച്ച കാര്യങ്ങളുണ്ട്. തൃത്വ ദൈവവിശ്വാസത്തോടുള്ള ബന്ധത്തിൽ അതിലേക്ക് നയിക്കാൻ അദ്ദേഹത്തെ ദൈവം സഹായിച്ചു, അത് ഞങ്ങൾ ഏറ്റെടുക്കും. അതേസമയം അദ്ദേഹത്തിന് ശേഷമുള്ള സഭാപിതാക്കന്മാരും അപ്പോസ്തലിക പിതാക്കന്മാരും ഒക്കെ പറഞ്ഞ പല കാര്യങ്ങളും യോജിക്കാവുന്നതുകൊണ്ട് വിയോജിക്കാവുന്നതുകൊണ്ട് അതെല്ലാം അങ്ങനെ തന്നെ എടുക്കുള്ളൂ. യോജിക്കും, വിയോജിക്കും. പിന്നെ അച്ഛൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ആളുകളൊന്നും ഇതൊന്നും ആരുടെയും കുത്തകകളല്ല. ആദ്യത്തെ ഒരു 3-4 നൂറ്റാണ്ടുകളിലുള്ള സഭാപിതാക്കന്മാരാകട്ടെ അപ്പോസ്തലിക പിതാക്കന്മാരാകട്ടെ അവരുടെ പേരിൽ ഓർത്തഡോക്സ് സമൂഹമോ കത്തോലിക്ക സമൂഹമോ ഒന്നും ഊറ്റം കൊള്ളേണ്ട കാര്യമില്ല. ഇതെല്ലാം ഞങ്ങളുടെയാണെന്നൊന്നും അങ്ങനെ തീർത്ത് പറയാൻ പാടില്ല. അത് സാർവത്രിക സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. സാർവത്രിക സഭയിൽ നിന്ന് പിന്നീട് ഭിന്നതകളുണ്ടായി, അസ്വസ്ഥതകളുണ്ടായി. 1084 ആ അശുഭകരമായ ദിവസം നിങ്ങൾ ഓർക്കുന്നില്ലേ? കത്തോലിക്ക സഭയിൽ നിന്ന് നിങ്ങളെ മഹറോൻ ചൊല്ലി പുറത്താക്കിയത് അല്ലേ? അന്നത്തെ പോപ്പ് പാഷാണ്ഡത ആരോപിച്ച് നിങ്ങളെ മഹറോൻ ചൊല്ലി മുടക്കി പുറത്താക്കി. അതൊന്നും ശുഭകരമായ കാര്യമല്ലല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ സംഭവിച്ചതും പറഞ്ഞതുമായ കാര്യത്തിനൊന്നുമല്ല ആധികാരികത. അതെല്ലാം ചരിത്രരേഖകളാണ്. ഗുണമുള്ള കാര്യം എടുക്കും, ഗുണമില്ലാത്തത് വിട്ടുകളയും. ഇനി എടുക്കുന്ന കാര്യങ്ങളെല്ലാം ആദ്യ നൂറ്റാണ്ടിൽ എഴുതിയ വിശുദ്ധ ബൈബിളുമായിട്ട് പൊരുത്തപ്പെടണം.
അവിടെ പൊരുത്തമില്ലാതെ വന്ന അപ്പം റിജക്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കില്ല, തെർത്തുല്യനാണോ ഒറിഗനാണോ അതൊന്നും നമുക്ക് സബ്ജക്റ്റ് അല്ല. നമ്മെ സംബന്ധിച്ച് ശുദ്ധമുള്ള അപ്പസ്വലന്മാർ ഇവിടെ രംഗത്ത് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് നയിച്ച അപ്പസ്വലന്മാർ. ആ അപ്പസ്വലന്മാരിൽ നിന്ന് ലഭിക്കപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പുറമല്ല സഭാപിതാക്കന്മാർ. ആദ്യത്തെ നൂറ്റാണ്ടിന് ശേഷം സംഭവിച്ച കാര്യത്തിന് അമിത പ്രാധാന്യമില്ല, പഠനത്തിനെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യങ്ങൾ, യോഹന്നാൻ കണ്ണടയ്ക്കുന്നതിന് മുൻപ് വരെയുള്ള കാര്യത്തിനാണ് ഞങ്ങൾ ആധികാരികത കൊടുക്കുന്നത്. ഞങ്ങളുടെ രക്ഷയും വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അതിനകത്തുണ്ട്. ചിലർ പറയും പുസ്തകത്തിനകത്ത് എല്ലാം ഇല്ലല്ലോ. ആര് പറഞ്ഞു എല്ലാം ഇല്ലെന്ന്? അത് നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? അതൊക്കെ വെറും തോന്നലുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ആധികാരികമായിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ്. പിന്നെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അധികമുണ്ട്, അതൊന്നും പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഈ പുസ്തകം എഴുതിയ കാലത്ത് തന്നെ ഇതിൻ്റെ എഴുത്തുകാർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇത് തിരുവെഴുത്താണെന്നുള്ളത്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ തന്നെ, സുവിശേഷങ്ങളിൽ തന്നെ അതിനുള്ള തെളിവുകളുണ്ട്. ഗലാത്യ ലേഖനത്തിലേക്ക് നോക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇതിന് വിരുദ്ധമായ ഒരു ലേഖനവും എന്തെങ്കിലും കാര്യമായിട്ട് ആരെങ്കിലും വന്നാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ വചനമെന്ന്, വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് മനുഷ്യൻ്റെ വചനം എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ വചനമുണ്ട്, ക്രിസ്തുവിൻ്റെ വചനമുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്. അവർക്ക് അന്നേ ബോധ്യമുണ്ട് ഇത് വിശുദ്ധ തിരുവെഴുത്താണെന്നുള്ളത്. ഒടുക്കം പത്രോസ് എന്താ പറയുന്നത്? ശേഷം തിരുവെഴുത്തുകളെ പോലെ നമ്മുടെ പ്രിയനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളൊന്നും നിങ്ങൾ തള്ളിക്കളയരുത്. തിരുവെഴുത്തെന്ന് പറഞ്ഞ പഴയ നിയമ പുസ്തകങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ചിട്ടാണ് പത്രോസ് പറയുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങൾ ഊറ്റമുള്ളവയാണ്, തള്ളിക്കളയരുത്. നിത്യജീവൻ്റെ മൊഴികളാണ് അതിനകത്ത്, ദൈവാത്മ നിവേശിതമാണതെല്ലാം. അതുകൊണ്ട് സോളാ സ്ക്രിപ്ചർ എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾക്ക് മാറ്റി പറയാൻ കഴിയില്ല. എല്ലാത്തിൻ്റെ അവസാനം ഇങ്ങനെ തന്നെയാണ്. വെളിപ്പാട് ദിവസം എഴുതുമ്പോൾ യോഹന്നാൻ പറയുകയാണ് എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ, ആ ദേശത്ത് കള്ളയപ്പോസ്തലന്മാർ വന്നു. അവർ കള്ളയപ്പോസ്തലന്മാരാണെന്നും വ്യാജന്മാരാണെന്നും അവരെങ്ങനെ തിരിച്ചറിഞ്ഞത്? അവർക്ക് ലഭിക്കപ്പെട്ട തിരുവെഴുത്തുകൾ, പഴയ നിയമ പുതിയ നിയമ പുസ്തകങ്ങൾ, അതുവരെ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ചെക്ക് ചെയ്തത്, പരിശോധിച്ചത്. ആത്മാവിലുള്ള ബോധ്യവും ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് അവർ തീരുമാനത്തിലെത്തിയത് ഇവർ കള്ളയപ്പോസ്തലന്മാരാണ്, ഇവരെ പുറത്താക്കേണ്ടതുണ്ട്, ഇവരെ തടയേണ്ടതുണ്ടെന്നുള്ളത്. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ സുപ്രീം കോടതി ഒരു കാര്യം തീരുമാനിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് വെച്ചിട്ടല്ലേ, അല്ലാതെ മംഗളോ മനോരാജ്യം വെച്ചിട്ടാണോ? അതെയോ ഇന്ത്യയുടെ 100 വർഷത്തെ ചരിത്രം പറഞ്ഞിട്ടാണോ ഇന്ത്യൻ കോടതികൾ കാര്യങ്ങളെ തീർപ്പാക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ത്യക്ക് ചരിത്രമില്ലേ? ഇവിടുത്തെ സനാതന മതക്കാർ പറയുന്നത് കോടാനുകോടി നൂറ്റാണ്ടുണ്ടെന്നൊക്കെയാണ്. അത്രയൊന്നും പോണ്ടെന്നേ. 1000 വർഷം 500 വർഷം കൂട്ടിക്കോ. ആ അത്രയും വർഷത്തെ ചരിത്രം വെച്ചിട്ടല്ലല്ലോ ഇവിടെ കോടതി കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇവിടെ IPC ഉണ്ട്, CRPC ഉണ്ട്, അതിൻ്റെ പേരൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എനിവേ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡുകളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്ത് വെച്ചിട്ട് തന്നെയാണ്. വളരെ ആധികാരികമാണത്. മറുപടികളുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് കുറേയധികം കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയത്തിൻ്റെ കുറവ് കാരണം ഞാൻ അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ബൈബിളിനെ കുറിച്ച് പല കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. ഇവിടെ അച്ഛൻ്റെ ശിഷ്യഗണങ്ങളായ ആളുകൾ ഉറപ്പായിട്ടും നമ്മുടെ മെസ്സേജിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യും. ഉറപ്പാണ്, നമുക്ക് കിടക്കപ്പുറത്തി തരില്ല, ബൈബിൾ ഞങ്ങളാണ് തന്നത്, നിങ്ങളാണോ ഞങ്ങളാണോ എന്നൊക്കെ ചോദിച്ച് ബഹളം വെച്ച് വരും. ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്, പക്ഷെ ഞാനതിന് സമയം ഇവിടെ മെനക്കെടുന്നില്ല. പിന്നെ ഒരു വാക്കോടെ ഞാൻ വിട്ടുപോയത് പൂരിപ്പിച്ചേക്കാം. അപ്പസ്തോലിക പിതാക്കന്മാരെക്കുറിച്ചും സഭാപിതാക്കന്മാരെക്കുറിച്ചും പറഞ്ഞല്ലോ. ഞാൻ ഉറപ്പിച്ചു പറയാം, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അപ്പസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും അവരോട് ഭൂമിയിലേക്ക് പൊക്കോളാൻ പറയാമെന്ന് വിചാരിച്ചോ? ഭാവനയാണ്. അവരുടെ കയ്യിൽ ആകെ കരുതാനായിട്ട് കഴിയുന്നത് AK-47 ആണെങ്കിൽ ആ AK-47 വന്നിട്ട് ഇന്നത്തെ എപ്പിസ്കോപ്പൽ സഭകളെ എല്ലാം കൈകാര്യം ചെയ്യും. കാരണം അവർ പറഞ്ഞതും പഠിപ്പിച്ചതും അവർ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണോ ഇന്നത്തെ സഭാ സമൂഹങ്ങൾ ചെയ്യുന്നത്? ആണോ? അങ്ങനെയാണോ? വളരെ കൃത്യമായി സംസാരിക്കേണ്ട ഭാഗങ്ങളിവിടെ വരികയാണ്, തെളിച്ച് പറയേണ്ട വിഷയങ്ങളിവിടെ വരികയാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ യൗവനക്കാരുടെ കാര്യം, അവരെ ഒത്തിരി കാലം പറ്റിക്കാൻ പറ്റില്ല. അവർ ചോദ്യങ്ങൾ ചോദിക്കും. അവർക്കിങ്ങനെ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരെ, എല്ലാത്തിനും ബൈബിളിലേക്ക് അവരെ തിരിച്ചിട്ട് കാര്യമില്ല. അവർക്ക് മറ്റ് കാര്യങ്ങളിൽ നിന്ന് ചരിത്രം പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു.
ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മാത്രമല്ലേ ഈ സോളാ സ്ക്രിപ്ചർ പറയുന്നവരുള്ളത്. ഞങ്ങൾ മീൻസ് ഞങ്ങൾ ഈ പെന്തിക്കോസുകാർ, ബ്രദറുകാർ, അങ്ങനെയുള്ള കൂട്ടരൊക്കെയാണ്. അതിന് വെളിയിൽ എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള ആളുകൾ നിങ്ങൾ ചരിത്രവും രേഖകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ലേ പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പെങ്കൊച്ചു പോലും ഇന്ന് വരെ സിറിയയിൽ പുല്ല് മേയ്ക്കാനോ ആട് മേയ്ക്കാനോ പോയിട്ടില്ല. പുല്ല് തീറ്റിക്കാനോ ആട് തീറ്റാനൊന്നും പോയിട്ടില്ല. അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ആധികാരികതയും പാരമ്പര്യം ഉള്ളവരുടെ കൂട്ടത്തിൽ നിന്നാണല്ലോ പോകുന്നത്. ഓരോ ദിവസവും എന്തുമാത്രമാണ് സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് പെന്തിക്കോസുകാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ പലപ്പോഴായിട്ട് ചില കുട്ടികൾ അക്രൈസ്തവമായ മാർഗത്തിൽ പോയി വിവാഹം കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഒരു 10 അല്ലെങ്കിൽ 20 വർഷം കൂട്ടിക്കോ, അതിനിടയിൽ മാത്രം സംഭവിച്ച കാര്യമാണ്. അതിനു മുമ്പൊന്നും അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. ഡിവോഴ്സ് എന്ന് പറയുന്നൊരു കേസ് ഇവിടെ ഉദിക്കുന്നില്ല. പെന്തിക്കോസുകാരൻ കോടതി ചെന്നാൽ പുസ്തകത്തെ തൊട്ടൊന്നും പറയണ്ട, കോടതിക്കും ജഡ്ജിക്കും വിശ്വാസമായിരുന്നു. പക്ഷെ ഇന്നത്ര ഇല്ല കേട്ടോ, അതും സമ്മതിച്ചേക്കാം. ഇന്നൊന്നും അത്രയില്ല. ഇന്ന് ഞങ്ങളുടെ ആൾക്കാരും ഓർത്തഡോക്സ് സ്വഭാവത്തിലേക്ക് വരികയാണ്. അതാണ് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നത്. ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ ഓർത്തഡോക്സിൻ്റെ കാറ്റുകൾ അടിക്കുന്നുണ്ട്. കാരണം സ്വഭാവ രൂപീകരണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ഈ ബാക്കിയുള്ള ആളുകളുടെ രീതിയിലേക്ക് പോവുകയാണ്. ഞാൻ അടുത്ത മെസ്സേജിൽ അതൊക്കെ വിശദമായിട്ട് പറയാൻ ശ്രമിക്കാം. അപ്പോൾ കുട്ടികളോടുള്ള ബന്ധത്തിൽ അച്ഛൻ പറഞ്ഞ കാര്യത്തിന് ഞങ്ങൾ ബദലൊരു മറുപടി ഒരു ബഹുമാനപ്പെട്ട മെത്രാപ്പോലീത്തയുടെ ഒരു വീഡിയോ കേൾപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭാഗങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. യാക്കോബായ സുറിയാനി സഭയുടെ ഒരു ബഹുമാനനായ ഒരു മെത്രാപ്പോലിത്തയാണ് ഫീലിക്സിനോസ് മെത്രാപ്പോലീത്ത. ഈ യാക്കോബായ ഓർത്തഡോക്സ് സമൂഹങ്ങളിലൊക്കെ മെത്രാന്മാരൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ഈ മെത്രാപ്പോലിത്തയോട് എനിക്ക് ഒരു ബഹുമാനമുണ്ട്. അതിൻ്റെ കാരണം അദ്ദേഹം ബൈബിളിനെ വിശ്വസിക്കുകയും ബൈബിളിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നയാളാണ്. ഒരു ദൈവഭയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസുകളും കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എൻ്റെ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിക്കണമെന്നില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യമാണ്, ഒരു മനുഷ്യത്വമുണ്ട്, ഒരു ദൈവസ്നേഹമുണ്ട്. ഒരു പക്ഷേ ഞാനീ പറയുന്നത് പാളിപ്പോകാൻ കേട്ടോ, ചിലപ്പോൾ ഞാൻ തോറ്റു പോകാൻ സാധ്യതയുണ്ട്. ആളോട് അടുക്കണമല്ലോ, ഉരച്ചു നോക്കണമല്ലോ, ഇതൊന്നും ഇല്ലാതെ ഞാൻ ബ്ലാങ്ക് ആയിട്ടങ്ങ് പറയുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ആധികാരികമായി ഒന്നും അറിഞ്ഞിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു ദൈവഭയമുള്ള മനുഷ്യനാണെന്ന്. അദ്ദേഹം പറയുന്ന ചില സെന്റൻസുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കി. അയാൾക്ക് ഈ ചരിത്രം പിന്നെ എന്നാ ഈ വഴക്ക് തുടങ്ങിയത്, ആരാ ഈ വഴക്ക് പിടിച്ചത്, ഇതെങ്ങനെ ഈ കേസ് ഉണ്ടായത്, അവനൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ സാധാരണക്കാരായ പിള്ളേർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അവർക്കിനി ആകപ്പാടെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം യേശുവിനെ കുറിച്ച് മാത്രമാണ്. അവരെന്തെങ്കിലും യേശുവിനെ അറിയും. യാക്കോബായ സുറിയാനി സഭയിലെ ഓർത്തഡോക്സ് സഭയിലെ കുഞ്ഞുങ്ങൾ ഒരു കാലത്ത് യേശുവിനെ അറിയും. അവർ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് അവർ നമ്മുടെ നേരെ, നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അന്ന് മരണക്കടക്കയിൽ ചൂളിപ്പോകരുത്. നമ്മുടെ സഭാ നേതാക്കന്മാരോടും പുരോഹിതന്മാരോടും ഞാനടക്കം എന്നോടും എനിക്ക് പറയാനുള്ളത്, നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രയും നല്ലൊരു ക്രിസ്തുവിനെ നിങ്ങൾ എന്തിന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പിച്ചി ചീന്തിയെന്ന് വിരലുയർത്തി ചോദിച്ചാൽ ഉത്തരം പറയണം. ബഹുമാനപ്പെട്ട ഫീലിക്സിനോസ് മെത്രാപ്പോലീത്ത പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഈ വഴക്ക് എന്നാണ് ആരംഭിച്ചത്? നമ്മുടെ യൗവനക്കാർ നമ്മുടെ നേരെ കൈ ചൂണ്ടി ചോദിക്കും. യാക്കോബായ സുറിയാനി സഭയിലെ, ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കും. മെത്രാപ്പോലീത്ത പറഞ്ഞ കാര്യമാണ്. അന്ന് അവർ നമ്മളോട് എന്താ ചോദിക്കുന്നത്? ഈ നല്ലവനായ ക്രിസ്തുവിനെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്തുവിനെ ഞങ്ങൾക്ക് തന്നില്ലെന്ന് ചോദിക്കും. അന്ന് മരണക്കിടക്കയിൽ നാം ചൂളിപ്പോകുമെന്നാണ് പറഞ്ഞത്. ദൈവഭയമുള്ളൊരു മനുഷ്യന് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ. ഓർത്തഡോക്സ് സമൂഹത്തിൽ ഒരു ഒറ്റ മെത്രാൻ പോലും ഇങ്ങനെ സംസാരിക്കാൻ കഴിവുള്ള ആളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരൊറ്റയാൾ പോലും. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പൂജാദ്രവ്യങ്ങൾ തിന്നുകയും അവിടെ അട്ടിപ്പേർ കിടക്കുകയും ചെയ്യുന്ന ഈ ഓർത്തഡോക്സ് അച്ഛന്മാരും മെത്രാന്മാരുമാണ്. എൻ്റെ കയ്യിൽ വീഡിയോസ് എന്തുമാത്രം ഇരിക്കുന്നതെന്ന് അറിയാമോ? ഓർത്തഡോക്സുകാരുടെ ഒരു സെമി ഹൈന്ദവതയാണ് ഈ ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. എന്നെ അച്ഛൻ കൊല വിളിക്കുമെന്ന് എനിക്ക് പേടിയാവുക ഇങ്ങനെയൊക്കെ പറഞ്ഞ. പക്ഷെ യാക്കോബായിലെ വേറെ ഒത്തിരി കുരുത്തക്കേടുണ്ടെങ്കിലും അതിലെ മെത്രാന്മാരും അച്ഛന്മാരും ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയി നിന്നിട്ട് യേശുക്രിസ്തുവിന് ബദലായിട്ട് മറ്റു പലരെയും കൊള്ളിക്കാമെന്നൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ എന്താ പറയുക, യേശുക്രിസ്തുവിനോട് തുലനം ചെയ്യുന്ന രീതിയിലോ ക്രിസ്തീയ വിശ്വാസത്തോട് സമഞ്ജസപ്പെടുത്തുന്ന രീതിയിലൊക്കെ പറയുന്ന അങ്ങനെ അധികം കേട്ടിട്ടില്ല. എന്നാൽ പാത്രിയാർക്കി സ്വഭാവം ഈ അടുത്ത സമയത്ത് വന്നപ്പോൾ
ഒരു ഇച്ചിരി കനതെരിവ് കാണിച്ച പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോയിൽ ഞങ്ങൾ പ്രസംഗിച്ചു കേട്ടുമുണ്ട് ആ കാര്യത്തെക്കുറിച്ച്. ഓക്കെ, ആ ഭാഗങ്ങൾ വിടുകയാണ് ഞാൻ. അപ്പോൾ ബഹുമാനപ്പെട്ട മെത്രാപ്പോലീത്ത പറഞ്ഞത് അച്ഛനും ശ്രദ്ധിക്കണം, ഞാനും ശ്രദ്ധിക്കും. ഇത് യാക്കോബായ സുറിയാനി സഭയോടും ഓർത്തഡോക്സ് സഭയോടുമാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഒരു പെന്തിക്കോസ് സമൂഹത്തിലുള്ളൊരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്കും ബാധകമാണ്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലെ യൗവനക്കാർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ടമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. വേറെ തടിച്ച പുസ്തകങ്ങളോ പോളികാർപ്പിൻ്റെ ലേഖനങ്ങളോ ഇഗ്നേഷ്യസിൻ്റെ ലേഖനങ്ങളോ പിന്നെ ആരുടെയാ അങ്ങനെ അവരുടെ ഇവരുടെയൊക്കെ ഒത്തിരി ലേഖനങ്ങളും ഒക്കെയുണ്ട്. ഇതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇതൊന്നും കൊടുത്താൽ അവർക്ക് പാപബോധം ഉളവാകില്ല, ഹൃദയത്തകർച്ചയുണ്ടാകില്ല. അവരുടെ ജീവകാലത്ത് ഹൃദയത്തകർച്ചയോടുകൂടി ക്രൂശിൻ്റെ ചുവട്ടിൽ അടിയറ പറഞ്ഞ് അവിടെ കിടക്കണം, അവർ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ജീവിതത്തിന് ഉടമകളായിരിക്കണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, ഞങ്ങൾ പറയുന്ന സോളാ സ്ക്രിപ്ചറയും വിശുദ്ധ ബൈബിളും അതൊക്കെ വിട്ടിട്ട് വേറെ കാര്യങ്ങൾ തേടിപ്പോകാൻ ആഗ്രഹമുള്ള പെന്തിക്കോസ് യുവാക്കളുണ്ടെങ്കിൽ ഓക്കെ, ഗുഡ് ബൈ. വണ്ടിക്കൂലി കാശ് വേണമെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ ആകെ ഒരു അഭ്യർത്ഥനയുള്ളൂ അവരോട്, പോവുകയാണെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ് സമൂഹങ്ങളിലേക്കോ കാത്തലിക് സമൂഹത്തിലേക്കോ മാത്രമേ പോകാവൂ. മർത്തോമ, ഇവാഞ്ചലിക്കൽ, CSI, ലൂതറൻ അങ്ങനെയുള്ളതിലേക്കൊന്നും പോകരുത്. ഈ 2 സമൂഹത്തിൽ മാത്രമാണ് മരിച്ചു കഴിഞ്ഞാൽ അനുതയൊല്ലുകയും ഒപ്പീസൊല്ലുകയും ചെയ്യുന്നത്. ഈ 2 സ്ഥലത്ത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നിങ്ങളെ സ്വർഗത്തിൽ കയറ്റിവിടുമെന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി തരാൻ കഴിയുന്ന 2 കൂട്ടമേ ഉള്ളൂ, കാത്തലിക് ചർച്ചും ഓർത്തഡോക്സ് സമൂഹവും. ഈ 2 കൂട്ടമേ ഉള്ളൂ. ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ അവിടെ പോയി കയറിക്കോണം. കാരണം പിന്നെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ഒടുക്കം അവർ നിങ്ങളെ കയറ്റി വിടും. മർത്തോമക്കാരൻ്റെ ഇടയിൽ അവൻ ചവക്കോട്ടയിലേക്ക് പോകുന്ന പോലുമില്ല. അതുകൊണ്ട് പോയാൽ പോക്കാണ്, അതേ എനിക്ക് പറയാനുള്ളൂ. അച്ഛൻ്റെ പ്രസംഗവും മറ്റുമൊക്കെ കേൾപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പോകാൻ താല്പര്യമുള്ളവർ പോവുക. ഇവിടെ ശുദ്ധീകരണത്തിൻ്റെ സമയമാണിത്. പല നിലകളിൽ ശുദ്ധീകരണം നടക്കേണ്ടതുണ്ട്. വിശുദ്ധ വചനം കേട്ട് രക്ഷാനിർണയം പ്രാപിച്ച് വിശ്വാസ സ്നാനം വഴി ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ളവർ ഈ മാർഗത്തിൽ നിന്നാൽ മതിയെന്നേ. അല്ലാത്തവർ ഞെരങ്ങിക്കൊണ്ട് ഇതിനകത്ത് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അതാ പറഞ്ഞത്, വ്യക്തമായിട്ടാണ് പറയുന്നത്, ഗുഡ് ബൈ, നമുക്ക് പിന്നെ കാണാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകം വ്യക്തിപരമായി എനിക്ക് പറയാൻ കഴിയും, എന്നെ സമൂലമായിട്ട് മാറ്റിമറിച്ച പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ വാസ്തവമായി കയ്യിലെടുക്കുന്നതിന് മുമ്പ്, ഇതെടുക്കുന്നതിനും 1 വർഷം പുറകിൽ സിറിയൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ 40 അടിയന്തരത്തിന് ഞങ്ങൾ ഒരുമിച്ച് കൂടി പോത്തിറച്ചിയും കാര്യങ്ങളെല്ലാം ഒക്കെ ശാപ്പിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ അവിടെ കുഴുങ്ങര വന്ന് ചൊല്ലാനും കാര്യങ്ങൾക്കൊക്കെ വന്ന വളരെ സീനിയർ ആയിട്ടുള്ളൊരു കോറപ്പിസ്കോപ്പയാണ്. യാക്കോബായ സഭയിലെ ഒരു സീനിയർ കോറപ്പിസ്കോപ്പയാണ്. അദ്ദേഹം ഇപ്പോൾ കാലം ചെയ്തു പോയി, മൺമറഞ്ഞു പോയി എന്ന് വേണേൽ പറയാം. കാലം ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമല്ലേ, അത് മെത്രാന്മാർക്ക് മാത്രമുള്ളതല്ലേ. മൺമറഞ്ഞു പോയി അദ്ദേഹം. അദ്ദേഹത്തിന് 50 രൂപയും സാധാരണ 50 രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അന്നത്തെ കാലത്ത്. 50, 100 അദ്ദേഹത്തിന് വേണ്ട. അദ്ദേഹം വലിയ ധനാഢ്യനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഞങ്ങളൊരു പാത്രത്തിനകത്ത് നന്നായിട്ട് വരട്ടിയ പോത്തിറച്ചിയും പിന്നെ ഞങ്ങളുടെ അവിടെയുള്ളൊരു ഈഗിൾ ബാർ, ആ ഈഗിൾ ബാറിൽ പോയി ഈഗിൾ ബാറിൽ പോയി ഒരു പൈൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ആൾക്കാർക്ക്, ഈ പെന്തിക്കോസുകാർക്ക് മനസ്സിലാവുക എന്തോ, അരക്കുപ്പി എന്ന് പറയും, അരക്കുപ്പി പട്ടച്ചാരായം, അത് മേടിച്ചുകൊണ്ട് പോയി കോറപ്പിസ്കോപ്പയ്ക്ക് കൊടുത്തയാളാണ് ഞാൻ. ഈ പുസ്തകമാണ് എന്നെ മാറ്റിമറിച്ചത്. ഇന്ന് എന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ ഒരു കോറപ്പിസ്കോപ്പയ്ക്കും പൈൻറ്റ് മേടിക്കാൻ ഞാൻ ഒരു ബാറിലും കയറില്ല. എൻ്റെ ഇന്നലകളിൽ ഈ പുസ്തകം എന്നെ മാറ്റിമറിക്കുന്നതിന് മുമ്പ് ഒരു ബാറിൽ കയറി പൈൻറ്റും മേടിച്ച് പോത്തിറച്ചിയുമായിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക്, കോറപ്പിസ്കോപ്പയുടെ വീട്ടിലേക്ക് പോയ മനുഷ്യനാണ് ഞാൻ. ഈ പുസ്തകം എന്നെ അടിമുടി മാറ്റിമറിച്ച് കളഞ്ഞു. അതിനു മുമ്പ് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരെല്ലാം ഓർത്തഡോക്സുകാരായിരുന്നു. എൻ്റെ ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സിലെ സീനിയർ ആയിട്ടുള്ള അച്ഛനായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്കൊരു ദൈവത്തോടൊരു ബന്ധവും ഇല്ലായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എൻ്റെ മുമ്പാകെ തുറന്നു വന്നു. സോളാ സ്ക്രിപ്ചറ. ഈ പുസ്തകമാണ് എന്നെ സംബന്ധിച്ച് അൾട്ടിമേറ്റ്, എല്ലാത്തിൻ്റെയും സുപ്രീം അതോറിറ്റി ഈ പുസ്തകമാണ്. പഠനത്തിന് വേണ്ടി സകല പുസ്തകവും ഞാൻ പരതും. ലോകത്ത് കിട്ടാവുന്ന എല്ലാം അന്വേഷിക്കും, പഠിക്കും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ആധികാരിക രേഖ വിശുദ്ധ തിരുവെഴുത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.